ഓക്കെ ഓക്കെ. അപ്പം നമ്മള് ഇപ്പൊ ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ സമയം ഇപ്പൊ 7:34 ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ അവരെല്ലാവരും വന്നോട്ടെ. സോ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ? തുടങ്ങാം. ഹലോ, ഇവിടെ ആരും ഇല്ലേ? തുടങ്ങാം. ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ഇവിടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു ഒരു കർത്തവ്യം ആണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് ആദ്യം എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മളെല്ലാവരും കൂടെ നമ്മുടെ യൂണിവേഴ്സൽ അക്കാഡമി സ്റ്റുഡൻസ് നടത്തുന്ന കണ്ടക്ട് ചെയ്യുന്ന 10 ഡേയ്സിലേക്കുള്ള ഒരു ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലെ. സോ നിങ്ങളെല്ലാം ആദ്യമായിട്ട് ഞാൻ ഇതില് ഒരുപാട് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഈ ഒരു പ്രോഗ്രാമിന് വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് ഒന്ന് സ്വാഗതം ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മള് അറിയാം, ഞാൻ ഒരു ചെറുതായിട്ട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താട്ടോ. ഇപ്പൊ ഇതില് ഒരുപാട് പേര് ജോയിൻ ആയിട്ടുണ്ട്. പലർക്കും അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്റെ പേര് ഹർഷിന, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. ഞാനിപ്പോ യൂണിവേഴ്സൽ അക്കാഡമി നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, നമ്മളാണ് ഇത് കണ്ടക്ട് ചെയ്തതെന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഈ അക്കാഡമിയിലെ ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ അക്കാഡമി എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ഈ നേരത്തെ ഞാൻ എന്റെ കേസ് പറഞ്ഞ പോലെയാണല്ലോ, പലർക്കും അറിയാം അറിയാത്തവരും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. യൂണിവേഴ്സൽ അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടിയിലാണ്. അവിടെ നമുക്ക് കൗൺസിലിംഗ് സൈക്കോളജി, പിന്നെ നമ്മുടെ റെമഡിയൽ എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ നമുക്ക് +2 കഴിഞ്ഞിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളും പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളും, അതേപോലെ തന്നെ ഗ്രാജുവേറ്റ് ആളുകൾക്ക് PG ഡിപ്ലോമ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഒരു യൂണിവേഴ്സൽ അക്കാഡമിയുടെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്ന് ഞാനും പറഞ്ഞു അല്ലെ. നമുക്ക് ഡെവലപ്പ് ആവാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു സ്പേസ് അക്കാഡമി ഒരുക്കി തരും എന്നുള്ളതാണ് യൂണിവേഴ്സൽ അക്കാഡമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഞാൻ കൂടുതൽ വലിച്ചു ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഓൾറെഡി എന്നിൽ അർപ്പിതമായിട്ടുള്ള ഒരു കർത്തവ്യം ഞാൻ ഓൾറെഡി നിർവഹിച്ചു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഞാൻ നമ്മുടെ ഷാഫി കളത്തിങ്ങൽ സാർ, നമുക്കറിയാലേ സാറാണ് ക്ലാസ് എടുക്കുന്നത് അല്ലെ. ബൗണ്ടറീസ് ആർ എക്സ്പാൻഡബിൾ, ഡു ഐ ഡെയർ എന്നൊരു ടോപ്പിക്കിൽ സാറ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരു സെഷൻ, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ സാറിന് വേണ്ടിയിട്ട് എടുത്തു തരാൻ വേണ്ടിട്ട് പോവാണ് അല്ലെ. ഷാഫി സാറിനെ കുറിച്ചിട്ടും ഒന്ന് പറയാല്ലേ. സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അധ്യാപകനാണ്. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സൽ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് സാർ. അതേപോലെ തന്നെ DMS ഹോസ്പിറ്റലില് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ EMEA കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. ആൻഡ് അതിലെല്ലാത്തിലും ഉപരി നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാർ ഒരു ഇന്റർനാഷണൽ ട്രെയിനർ ആണ് എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടാതെ സാറിനെ നമ്മുടെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഷാഫി സാർ. Good evening, everybody. Good evening. Good evening, sir. Good evening, sir. അതിമനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ ഹർഷന. താങ്ക് യു ഫോർ ദി ഇൻട്രൊഡക്ഷൻ. നമ്മുടെ 10 days വർക്ക്ഷോപ്പ് ഓൺ ലൈഫ് എൻറിച്ച്മെന്റ് ഓർ 10 days വർക്ക്ഷോപ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. യൂണിവേഴ്സൽ അക്കാദമി ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷന്റെ കീഴിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ അവരുടെ ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന 1 month പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു കോഴ്സ് ഫോർ സൊസൈറ്റി എംപവർമെന്റ്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ഡെവലപ്മെന്റ്, സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ റീസെന്റ് നിംഹാൻസ് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ദം മെജോറിറ്റി കേസുകളിലും we feel that we can manage our stress, we feel that we can overcome everything with our own perspective, with our own language, with our own capacity. But the reality, when have some problem, really what we do is we can't control, we can't manage ourselves. There is a reality എന്നാണ് അവർ മനസ്സിലാക്കുന്നത്, പറഞ്ഞു തരുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്
സൂയിസൈഡ് എന്ന് പറയുന്നത്. ഈ സൂയിസൈഡ് ആരാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷൻ ആണ് എന്നുള്ളതാണ് അക്കോർഡിംഗ് ടു. ഓക്കെ, ഫൈൻ. ഇപ്പൊ എല്ലാവരും മ്യൂട്ട് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. So when I tell to communicate, you can communicate. Till then, I am muting you. See, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഇഷ്യൂസിനെ മാനേജ് ചെയ്യാൻ വാട്ട് വി ക്യാൻ ഡു എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ then we can do, നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യത്തെ 5 ട്രെയിനേഴ്സ് വന്നു, അവര് they are ready to give. ഇനി ബാക്കിയുള്ള ട്രെയിനേഴ്സ് നെക്സ്റ്റ് വീക്കുകളായിട്ട്, ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നെക്സ്റ്റ് വീക്കുകളായിട്ട് അവരും വരും. അതിനു മുമ്പ് നമ്മൾ ഡിഫറെന്റ് ടോപ്പിക്സുകൾ സെലക്ട് ചെയ്തു. ആ ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ടോപ്പിക് within 10 days they will complete. So my dear friends, you are very lucky to have a session. നിങ്ങൾക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സെഷനുകൾ, ടോപ്പിക്സും നിങ്ങൾക്ക് കിട്ടും. ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. സോ ഈ ഒരു ഉദ്ഘാടന സെഷൻസിൽ ഞാൻ എടുത്ത ടോപ്പിക്, I am going to tell you the topic, boundaries are expandable. Do I dare? There have different type of one question and one statement. The first statement is boundaries are expandable. എന്റെ അതിർവരമ്പുകൾ എനിക്ക് എന്റെ അതിർവരമ്പുകളൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. Then again I ask a question, do I dare? This question is you have to ask yourself. നിങ്ങളോട് ചോദിക്കുന്ന അതിമനോഹരമായ ഒരു ചോദ്യമാണ്, എനിക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ടോ? ഈ എനിക്ക് പേടിയുണ്ടോ എന്ന് പറയുന്ന ചോദ്യത്തിന് പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ചു നോക്ക്, എന്തെങ്കിലും ടാസ്ക് കൊടുത്തിട്ട് നിനക്ക് പേടിയുണ്ടോ ഇത് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ റെസ്പോൺസ് വിൽ ബി എ ഡിഫറെന്റ് വൺ. എടാ മോനെ നീ അത് ചെയ്യ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ റെസ്പോൺസ് വിൽ ബി ഡിഫറെന്റ്. മോനെ അത് ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൻ ചെയ്യാം, ചെയ്യാതിരിക്കാം. നേരെ മറിച്ച് നിനക്ക് പേടിയുണ്ടോ അത് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൻ എന്ത് പറയും? ധൈര്യം കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് പറയും? ഇല്ലെങ്കിൽ പേടിയൊന്നും ഇല്ല എന്ന് പറയും. സോ ഇതൊരു വല്ലാത്തൊരു ചോദ്യമാണ്, ഡു ഐ ഡെയർ എന്ന് പറയുന്ന ഒരു ചോദ്യം. അപ്പോ നിങ്ങളെ മനസ്സിലേക്ക് ഇടുക, എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ പോകുന്നത്, എന്താണ് ഈ ഒരു ചോദ്യം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന്. Setting boundaries is your responsibility. People will continue to do what you allow. You get to decide what isn't allowed in your life എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഇന്നത്തെ ചോദ്യം ആരംഭിക്കുന്നത്, ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സി, ഒരുപാട് തരത്തിലുള്ള ബൗണ്ടറികൾ നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. There have a physical boundary, there have an emotional boundary, there have an intellectual boundary, there have a time boundary. Okay, ഇങ്ങനെ 4 ബൗണ്ടറികളായിട്ട് നമുക്ക് ജനറലി നമുക്ക് യൂസ് ചെയ്യാം. Why personal boundaries are so important, how to set them എന്ന് പറയുന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, എങ്ങനെ നമുക്ക് ബൗണ്ടറികൾ സെറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മളെ ബൗണ്ടറി കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്? നമ്മൾ എല്ലാ കാര്യത്തിലും ലിമിറ്റേഷൻസ് ഇടാനാണോ, നമ്മളെ മൈൻഡ് ഓപ്പൺ ചെയ്യാനാണോ, എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികളെ, ഈ കൂട്ടത്തിൽ എത്ര പേര് കുട്ടികളെ ഫിസിക്കൽ ബൗണ്ടറി പഠിപ്പിച്ചിട്ടുണ്ട്? എന്താ ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറയുമ്പോൾ? You can comment in the chat box. Chat box ni comment ചെയ്യാം. ഫിസിക്കൽ ബൗണ്ടറി നമ്മൾ എത്ര കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു? Yeah, എത്ര കുട്ടികൾക്ക്? Waiting for your responses. അർച്ചന പഠിപ്പിച്ചു എന്ന് പറയുന്നു. Then what about else? നിങ്ങളെ കുട്ടിക്ക് ഫിസിക്കൽ ബൗണ്ടറി നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? What are responding? If you did, you can say yes, otherwise you know. Chat box നിങ്ങൾ കാത്തിരിക്കും. Yes, ന്യൂ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. No. സോലെ പറയുന്നു നോ. ആസിം പറയുന്നു yes. Then yes, no. Okay, let me tell you. നമുക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പ് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടി വരും. കുട്ടിക്ക് 19 വയസ്സുണ്ട്. കുട്ടിയുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്, അല്ലെ? 19 ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. വീട്ടിൽ നിന്ന് കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കുട്ടിയെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുന്നു. കുട്ടിക്ക് കല്യാണം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസം കുട്ടിക്ക് ഫീൽ ചെയ്തു. എന്തെന്നില്ലാത്ത പ്രയാസം.
ജസ്റ്റ് മാരേജ് എന്ന് പറഞ്ഞാൽ മതി കുട്ടിക്ക് ഭയങ്കരമായ ഒരു പ്രയാസം ഫീൽ ചെയ്യും. രക്ഷിതാക്കൾക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. 19 വയസ്സിൽ കെട്ടിക്കണമോ വേണ്ടയോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ 18 ഫസ്റ്റ് ഇയർ ഇച്ചിരി നേരത്തെ എത്തിയോണ്ട് 19 ഫൈനൽ ഇയർ എത്തി. അങ്ങനെ ഒരുപാട് സംസാരിച്ചു. കുട്ടിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അലർജിയാണ്, ഭയങ്കര സ്ട്രെസ്ഡാണ്, ഭയങ്കര ഫീലിംഗ് ആണ്, ഭയങ്കര ഡിസിനെസ് ഫീൽ ചെയ്യും, ഉറക്കമൊന്നും കിട്ടില്ല, വല്ലാത്തൊരു കണ്ടീഷൻസ് ആണ്. കൺസൾട്ടേഷൻസ് നമുക്കറിയാം, കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപദേശമല്ല, ഒരു ഇന്നർ ഹീലിംഗ് പ്രൊസീജിയർ ആണ്, പ്രോസസ്സിംഗ് ആണ്, ബൈ എ സിസ്റ്റമാറ്റിക് തെറാപ്യൂട്ടിക് അപ്രോച്ച് അല്ലെ. അങ്ങനെയാണ് അതിനെ ഹീൽ ചെയ്തെടുക്കുക. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയോട് സംസാരിച്ചു. ഫൈനലി വി അണ്ടർസ്റ്റുഡ് there had a sexual abuse. The first reason is there had a sexual abuse. അപ്പൊ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു അബ്യൂസ് ആ കുട്ടി അതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കൺസൾട്ടേഷൻസിന്റെ ഫൈനൽ സ്റ്റേറ്റിൽ കുട്ടി സ്റ്റേറ്റ്മെന്റ് നടത്താണ്, സർ ഐ ഹാഡ് an abuse. എനിക്കൊരു അബ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ വളരെ അടുത്ത റിലേറ്റീവിൽ നിന്നാണ് എനിക്കത് ഉണ്ടായത്. അന്ന് എനിക്കത് നോ പറയാ എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഫിസിക്കൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു. സ്റ്റിൽ ഇറ്റ് ഈസ് ഹോണ്ടിങ് മീ. അത് ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ, നിങ്ങൾ കാണുന്ന എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഇനി എപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് ഫിസിക്കൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കുക? നമ്മുടെ ഫിസിക്കൽ ബൗണ്ടറി എവിടെയാണ്? നോക്കുക, എല്ലാവരും നിങ്ങളുടെ കൈയൊന്ന് ഇങ്ങനെ നീട്ടി പിടിച്ചു, ജസ്റ്റ് നീട്ടി പിടിച്ചാൽ. ഓക്കെ, മെജോറിറ്റി കഴിയുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ആക്കി വിൽ ബി ഗുഡ്. നോക്ക്, കൈ ഇങ്ങനെ നീട്ടി പിടിച്ച്. ഈ ഒരു സ്പേസ്, ദിസ് ഇസ് യുവർ കോർ സ്പേസ്. ഈ ഒരു ബൗണ്ടറി, ഈ ഒരു ഷോർട്ട് ലെങ്ത്, എത്രയാണോ നിങ്ങളുടെ ലെങ്ത്, ഇത് നിങ്ങളുടെ ബൗണ്ടറിയാണ്. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. നിങ്ങളുടെ ബൗണ്ടറിയാണ്. ഈ ബൗണ്ടറിക്ക് അകത്തേക്ക് മറ്റൊരാൾ എൻട്രി ചെയ്യരുത് എന്നുള്ളത് ആരെ പഠിപ്പിക്കണം? You have to teach your children. See, here have a physical boundary. What is physical boundary? Let me explain you. നമ്മൾ പോലും അറിയാതെ ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ടച്ച് ചെയ്യണം. They have a privacy. മീറ്റിംഗ് ആണ്. ഒരു സ്റ്റെപ്പ്, ഈ ഒരു സ്പേസ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഒരു സ്റ്റെപ്പും കൂടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പ്രിൻസിപ്പൽമാരുടെ ടാബ്ലൊക്കെ എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും, വലുതായിരിക്കും? വലുതായിരിക്കും. Why? Yeah, boundary. They are creating boundaries. See, നിങ്ങളൊരു കോളേജിലെ ഏറ്റവും മാനേജറെയോ പ്രിൻസിപ്പളെയോ കാണാൻ ചെല്ലുന്നതോടുകൂടി നിങ്ങൾ സ്റ്റെയർ കയറി അവരുടെ റൂം അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ എൻട്രി സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്ത് തന്നെ ഇടതുഭാഗത്ത് സെറ്റ് ചെയ്യാം. പക്ഷെ അവർ സെറ്റ് ചെയ്യൂല. അത് 4 സ്റ്റെപ്പൊക്കെ കയറി ഒരു ഓഫീസിലെത്തി, ആ ഓഫീസിൽ നിന്ന് ആള് ചോദിച്ചു എന്താണെന്ന് ചോദിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി എൻട്രി ചെയ്ത് പിന്നെ വിസിറ്റേഴ്സ് ലോഞ്ച് കഴിഞ്ഞ് ദെൻ അതിന്റെ അപ്പുറത്തായിരിക്കും. നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ നമുക്ക് ബില്ലോ കാര്യങ്ങളോ ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്ന് അതിന്റെ മാനേജർ HR കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊസീജിയറിലൂടെ നടന്ന് അവിടെ എത്തണം. അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലെ ഇന്നർ ഫീലിംഗ്, പേടിയുടെ അളവ് ചിലപ്പോൾ കൂടും. Am I right? Yes. So ഒരു ഫിസിക്കൽ ബൗണ്ടറി, നമ്മുടെ ബോഡി, നമ്മുടെ സൈക്കോളജിക്കൽ ബൗണ്ടറി ഓട്ടോമാറ്റിക്കലി അവർ ഫിസിക്കൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് സൈക്കോളജിക്കൽ ബൗണ്ടറി വരും. ഒരാൾ നമ്മളെ തമാശയിൽ ഇങ്ങനെ തട്ടാൻ വരുമ്പോ നമ്മളൊന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ ഫിസിക്കൽ ബൗണ്ടറി അയാൾ സെറ്റ് ചെയ്യും. Am I right? സെറ്റ് ചെയ്യും. നമ്മുടെ കുട്ടികൾ, നിങ്ങൾ ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മളെ കുട്ടികൾ എന്നും നമുക്ക് കുട്ടികളാണ്. പക്ഷെ നമ്മളെ കുട്ടികൾ എന്നും മറ്റുള്ളവർക്ക് കുട്ടികളല്ല. Am I right? നിങ്ങളെന്ന് എഴുതി വെക്കണം. നമ്മൾ വിചാരിക്കും നമ്മളെ എല്ലാം അത് നമ്മുടെ റിലേറ്റീവ്സ് അല്ലേ. പക്ഷെ നമ്മളെ കുട്ടികൾ നമുക്ക് കുട്ടികളാണ്, മറ്റുള്ളവർക്ക് നമ്മളെ കുട്ടികൾ എന്നും കുട്ടികളല്ല. You get me? Yes, that's the first point. So you have to set the physical boundaries. You have to make assertiveness. Okay, this just to do. Then now next level is emotional boundary. Emotions, sankadam, dukham, prayasam, tension. അല്ലേ? എപ്പോഴാണ് നമുക്ക് കൂടുതൽ ടെൻഷൻ വരിക? എപ്പോഴാണ് കൂടുതൽ സങ്കടം വരിക? When?
Anybody can comment. നഷ്ടപ്പെട്ടു പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സങ്കടം വരും. പിന്നെ ഇപ്പൊ സങ്കടം വരും. ലോൺലി. ഒറ്റയ്ക്കിരിക്കുമ്പോ സങ്കടം. ഓക്കെ, പിന്നെ ഇപ്പൊ സങ്കടം വരും. ആ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഫൈൻ. യെസ്. ഞാൻ കുറച്ച് ആളുകള് ഒറ്റക്കായിരിക്കും സങ്കടം വരും. പിന്നെ ഇപ്പോ ആദ്യം വരും മിസ്ബിഹേവിയർ ഉണ്ടാകും, പെരുമാറ്റം ഉണ്ടാകും. പിന്നെ ഇപ്പൊ സങ്കടം വരും. നമ്മുടെ സങ്കടങ്ങളുടെ we can't meet the expectation, reality. Isna Ibrahim, yes, exactly. When we are not attaching, when we are not connecting with our expectation, that leads to സങ്കടത്തിലേക്ക് പോകും. I have an expectation from my children. I have an expectation from my father and my mother, my daughter, my wife, my neighbor, my friends, my colleague, my business partners, everybody. From everyone, I am expecting something. When it is not connecting with the reality, what will happen? എനിക്ക് സങ്കടം വരും അല്ലേ? അല്ലെങ്കിൽ ബാലേന്ദ്രമേനോൻ പറഞ്ഞ പോലെ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് സങ്കടം വരും. എല്ലാ സിനിമകളും എടുത്തോളൂ. ഹിറ്റ്ലർ, മാധവൻകുട്ടി, അല്ലേ? ഫൈനലി മമ്മൂട്ടി പറയുന്ന ഡയലോഗ് ഉണ്ട് അല്ലെ, എനിക്ക് വേണം അല്ലെ, എല്ലാവർക്കും എന്നെ പേടിയാ, മാധവൻകുട്ടി കേട്ടിന് എല്ലാവർക്കും പേടിയാ, ആർക്കും എന്നെ വേണ്ട എന്ന് തോന്നുമ്പോ നമുക്ക് സങ്കടം. നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ കിട്ടാതിരിക്കും നമുക്ക് സങ്കടം. നോക്ക്, ലൈഫിൽ വി ഹാവ് IQ, നമുക്ക് ബുദ്ധിയുണ്ട്. വി ഷുഡ് ഹാവ് EQ. EQ മീൻസ് ഇമോഷണൽ കോഷ്യന്റ്. ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കുക, ഇമോഷണൽ കോഷ്യന്റ് ആണ് മനുഷ്യനെ ലീഡ് ചെയ്യുന്ന ഒരു ഘടകം. ഇമോഷൻ മീൻസ് നമുക്ക് ജഗതിയുടെ ആ സിനിമ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇമോഷൻസ് ഒരുപാട് നവരസങ്ങൾ അല്ലെ? പുഞ്ചിരിയുണ്ട്, പല പല നവരസങ്ങൾ നിങ്ങളുടെ മുഖത്തൊക്കെ നിങ്ങൾക്ക് വരുത്താൻ കഴിയും. ഒരുപാട് നവരസങ്ങളുണ്ട്. യെസ്, ഫൈൻ. പക്ഷേ ഈ നവരസങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇമോഷൻസ്, ഈ ഇമോഷൻസിനെ if we can control the emotions, that is very important. നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ഒരുപാട് സന്തോഷിക്കാം. സന്തോഷം സിറ്റുവേഷൻ മാറി സന്തോഷിച്ചാൽ പ്രശ്നമാണ്. നമുക്കറിയാം അല്ലെ? സങ്കടം വന്നു കഴിഞ്ഞാൽ കൗൺസിലിംഗ് വരുമ്പോ നമ്മള് കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, മക്കളെ നിങ്ങളുടെ മുമ്പിൽ ഒന്നൊരു ക്ലയന്റ് പൊട്ടിക്കരയുകയാണെങ്കിൽ what you have to do, what you can do. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോ അവരെ കരച്ചിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണ്ട. ലെറ്റ് ദം ക്രൈ. വൈ? അവർ കരഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹീലിംഗ്. അത് ഓട്ടോമാറ്റിക്കലി ഹീൽ ആയിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രൊസീജിയർ. സോ ബട്ട് അത് കൺട്രോളബിൾ അല്ലെങ്കിലോ, നമുക്ക് ദേഷ്യം വേണ്ടേ? ദേഷ്യം വേണം. കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തു. ഒരിക്കലും ഒരാളിനോട് പറഞ്ഞു, സാറേ എനിക്കുണ്ടല്ലോ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് കൺട്രോൾ പോകും. അയാൾ ബൗണ്ടറീസ് ആർ എക്സ്പാൻഡബിൾ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ടത്, എന്റെ ബൗണ്ടറി ഒരു പക്ഷെ ഞാൻ ആൾറെഡി എന്റെ ഉള്ളിൽ, എന്റെ മനസ്സിൽ, എന്റെ ഇന്നേറ്റ് ആയിട്ട് ഫ്രം ദ ചൈൽഡ്ഹുഡ് ഓൺവേഴ്സ് ഐ ഹാവ് പ്രിസ്ക്രൈബ്ഡ് സംതിങ് അല്ലെ? ഞാൻ എന്നെ കുറിച്ച് ചില ധാരണകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഐ ഹാവ് മൈ ഓൺ കൺസെപ്റ്റ്. എനിക്ക് ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, എനിക്ക് പിടിച്ചാൽ കിട്ടില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകും, എന്റെ മനസ്സിൽ ഒന്നും ഇല്ല സാറേ, ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങോട്ട് പറഞ്ഞു പോണതാണ്. സി, നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം വിളിച്ചു പറയുന്നതല്ല റിയാലിറ്റി. രണ്ടാമത്, എന്റെ മനസ്സിൽ ഒന്നുമില്ല പക്ഷെ ദേഷ്യപ്പെട്ട് പോകും. എന്റെ മനസ്സിലൊന്നും വെച്ചിട്ടില്ലല്ലോ, ഉള്ളിലുള്ള പറയണ്ടേ? സി, ഒരു കാര്യം ഓർമ്മിക്കാം, പറയുന്ന ആളുകളൊക്കെ പറഞ്ഞു പോകും, കേൾക്കുന്നവൻ. മുമ്പൊരു കഥ പറയാറില്ലേ? ഒരു അച്ഛൻ പിന്നെ മകൻ വന്നിട്ട് അച്ഛനോട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയാണ് അച്ഛാ, എന്താണ് ഒരു പിടുത്തം കിട്ടില്ല, കൈക്ക് കൺട്രോളുമായി എന്താ പറയുക, എനിക്ക് എന്റെ ദേഷ്യം ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ വേറെ ഒന്നും ചെയ്യില്ല, ഐ ഹാവ് എ തെറാപ്പി എന്ന് പറഞ്ഞു. എനിക്കൊരു തെറാപ്പി ഉണ്ട്. എന്താണ് തെറാപ്പി വെച്ചാൽ, എനിക്ക് ഇങ്ങനെ അച്ഛനെ ഇതൊക്കെ അറിയാമെന്ന് വെച്ചു. ഓ, എനിക്ക് അതിൽ സൈക്കോളജി ഒക്കെ നല്ലോണം അറിയാലോ. എന്താ ഞാൻ ചെയ്യേണ്ടത്? കുറച്ച് ആണി എടുക്കുന്നു. ആണി എടുത്ത് ഒരു ഇതിലിങ്ങനെ അടിക്കാൻ പറഞ്ഞു. ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ അടിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ദേഷ്യം പിടിക്കുന്ന സമയത്ത് നേരെ വരും, ആണി അടിക്കാം. സംഭവം ശരിയാണ്. ആണി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ദേഷ്യങ്ങൾ എക്സ്പ്ലോഡ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ഇയാൾ ആണി അടിക്കും. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഭയങ്കര മാറ്റമാണ് 1 വീക്ക് കൊണ്ട്. നിങ്ങള് മറ്റേ ഇയാളുടെ സിനിമയിലുണ്ടല്ലോ, അത് പ്ലേറ്റ് താഴോട്ടിട്ട് ഇങ്ങനെ പെറുക്കി എടുക്കുന്നത്, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? പൊട്ടുന്ന പ്ലേറ്റ് എടുത്തിട്ട് താഴോട്ടിടാൻ പറയും, എന്നിട്ട് രണ്ടാമത് കൂട്ടിയെടുക്കാൻ പറയും.
അതിനൊരു സിനിമയുടെ ചില ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാം കാണിക്കാൻ സമയം ആകെ അരമണിക്കൂറുള്ളൂ. അതിനുള്ളിൽ എല്ലാം തീരണമെന്നുള്ളതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സി ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആണി അടിക്കാൻ പറഞ്ഞു. സംഭവം ശരിയാണ്. അദ്ദേഹത്തിന് ദേഷ്യം മാറാൻ തുടങ്ങി. ദേഷ്യം വരും, ഓടി വരും, ആണി എടുക്കും. ആരെ കുറിച്ചിട്ടാണ് ദേഷ്യം എന്ന് അതിനൊരു അടിയോ കൊടുത്തിട്ട് ഓ ശരി. ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞാ യുവർ തെറാപ്പി ഈസ് വണ്ടർഫുൾ. വൈ ഹൗ എക്സലന്റ് തെറാപ്പി. ഇപ്പൊ എനിക്ക് ദേഷ്യം അങ്ങനെ ഭയങ്കര കൺട്രോളബിൾ ആണ്. ദെൻ ഹി ടോൾഡ് കം വിത്ത് മീ, എന്റെ കൂടെ വാങ്ങുക. ആ അടിച്ച ആണികളൊക്കെ പറിച്ച് ഒഴിവാക്കുന്നു. അപ്പൊ കംപ്ലീറ്റ് ആണികളൊക്കെ എടുത്ത് അടിച്ച് കഷ്ടപ്പെട്ട് അച്ഛൻ എന്തെങ്കിലും പറയുന്ന എടുത്ത് എല്ലാം എടുത്ത് ഒഴിവാക്കി. ദെൻ വാട്ട് യു ക്യാൻ സീ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഒരുപാട് ഹോൾസ് എല്ലാം കാണുന്നുണ്ട്. ലൈക്ക് ദിസ് വെൻ യു ആർ ആംഗ്രി യു വിൽ ഫയർ. അല്ലെ, നീ ഒരുപാട് ഫയർ ചെയ്യും. നിന്റെ നാക്കിൽ വരുന്ന നിന്റെ തോട്ടിൽ വന്ന ചിന്തകളൊക്കെ നീ പറയും നോ പ്രോബ്ലം. അല്ലെ, എനിക്ക് അങ്ങനൊന്നുമില്ല, ഞാൻ ഉള്ളിലുള്ളതാണ് പറഞ്ഞു പോവാന്ന് പറയും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ആരാണോ ഇതെല്ലാം കേൾക്കുന്നത്, ആരാണോ ഇതെല്ലാം അറിയുന്നത്, അയാളുടെ ഹൃദയത്തിൽ ഒരു മുറിവായി ചിലപ്പോ നീ സോറി പറഞ്ഞാലും അവിടെ കിടക്കുന്നതായിരിക്കും. Am I right? Am I right? So your boundary is not hurting your partner. നിങ്ങളുടെ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ ഒരിക്കലും എന്റെ പാർട്ട്ണറിനെ ഹേർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ബിഹേവിയർ എന്റെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പ്രകടിപ്പിക്കാനുള്ളതല്ല. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക എന്ന് പറയാം. നമ്മളിപ്പോ വലിയ കുട്ടികളായി കഴിഞ്ഞാൽ 10 വയസ്സ് 12 വയസ്സ് 14 വയസ്സ് 16 വയസ്സായി കഴിഞ്ഞാലൊക്കെ ഈ രക്ഷിതാക്കൾ ബാക്കിയുള്ള ആളുകളെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ചില പ്രതിഭാസങ്ങളൊക്കെ ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട്. ബട്ട് വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിക്കാറ്? നിങ്ങള് ആ കുട്ടികളുടെ ഹൃദയത്തിൽ എന്നും ഒരു ഇൻസൾട്ടിന്റെ ഫീലാണ് വരിക. എപ്പോഴും ഒരു ഫീൽ ഉണ്ടായിരുന്നു, പക്ഷെ വെറുപ്പിക്കലായി ഫീലിംഗ് ഡെവലപ്പ് ചെയ്ത് വരിക. സോ ബൗണ്ടറീസ് ആർ എക്സ്പാൻഡബിൾ. ബാക്കി എന്താ? ഡു ഐ ഡെയർ. അപ്പൊ നമ്മുടെ ലിമിറ്റേഷൻസിന് ഓവർകം ചെയ്യാൻ കഴിയണം. എങ്ങനെ കഴിയണം നോക്കോ? ഇമോഷൻസ് നമ്മൾ ഒരാൾ പരിഹസിക്കാന്ന് വിചാരിക്കും. വി സ്റ്റാർട്ടഡ് ടു ലേണിംഗ് സംതിങ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചിറങ്ങി. ഇപ്പോ നമ്മൾ കൗൺസിലിംഗിന്റെ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ പറഞ്ഞു, സാറേ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കോഴ്സ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എന്തിന്റെ കേടാ, നീ ഇപ്പൊ ഇത് കോഴ്സൊക്കെ പഠിച്ചിരിക്കുക, എനിക്ക് ഇനിയും നേരം എടുത്തിട്ടൊന്നുമില്ലേ, ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്താവാനാ? 4 ചോദ്യം. ദാറ്റ് ടോട്ടലി ഡിസപ്പോയിന്റഡ് മീ. നമ്പർ 1. നമ്പർ 2, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് എഫേർട്ട് എടുത്ത് എന്റെ വീട്ടിലും വീട്ടുകാർക്കും വേണ്ടി ഒരുപാട് ഐ ഹാവ് ടേക്കൻ ടു മച്ച് എഫേർട്ട്. ബട്ട് വാട്ട് ഈസ് ദി റിയാലിറ്റി? യു നോ, ഈവൻ ദോ ഐ ട്രൈ ടു teach my children more and more, finally what will happen? My husband will come when the result is coming. എപ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുന്നത് ആ സമയത്ത് ഹസ്ബൻഡ് പറയും മാർക്ക് കുറവാണെങ്കിൽ he will blame me. എന്റെ കുട്ടിയുടെ സ്വഭാവം മോശമാണെങ്കിൽ he will blame me. വീട്ടിൽ എത്ര അധ്വാനിച്ചു കഴിഞ്ഞാലും, ഞാൻ എത്ര എഫേർട്ട് എടുത്ത് കഴിഞ്ഞാലും വീട്ടിലെ ആളുകൾ, എന്റെ അമ്മായി മോദരനോ whatever may be, whoever may be, അവര് പറയും എന്താ ചെയ്യാ, ഒരു വൃത്തിയും എടുക്കില്ല, എന്താ ചെയ്യാ. ഇങ്ങനെയുള്ള ചില ടെർമിനോളജീസ് അട്ടർലി ടോട്ടലി എന്നെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കും. ഈവൻ ദോ ഐ ആം ടേക്കിംഗ് ലോട്ട് ഓഫ് എഫേർട്ട്. ഒരുപാട് എഫേർട്ട് എടുത്താലും ഒരു നല്ല വാക്ക്, ഒരു നല്ല വാചകം. മുമ്പ് ഒരാൾ ഹോട്ടലിൽ പോയി, അദ്ദേഹം ഹോട്ടലിൽ എത്തിയ സമയത്ത് 10:10 ആയിട്ടുണ്ട്. ഹോട്ടൽ 10 മണിക്ക് അടച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം കയറിയിട്ട് പറഞ്ഞു, വളരെയധികം വിശന്നിട്ടാണ് ഈ തരണം. വെയിറ്റർ വലിയ പ്രയാസത്തിലാണ് വെയിറ്റർ ഇങ്ങനെ നോക്കി കാണുന്നത്. അടച്ചൊന്ന് കിടന്നാ മതി എന്നുള്ള അവസ്ഥയായിരുന്നു വെയിറ്റർ. രാവിലെ മുതൽ അധ്വാനിക്കുന്ന പല ആളുകൾ, പല സ്വഭാവത്തിലുള്ള ആളുകളാണ് ചെയ്യുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോ ഇതേങ്ങനെ ഓരോ സാധനങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നു. മുഖത്തൊരു സന്തോഷവും ഇല്ല. അവസാനം അദ്ദേഹം ഒരു പേന എടുത്തിട്ട് അതിന് മുകളിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം താങ്ക് യു സോ മച്ച് ഫോർ യുവർ എഫേർട്ട്, റിയലി അപ്രീഷിയേറ്റ് യു എന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു 2 വാചകം എഴുതി വെച്ച് അതിന് താഴെ ഒരു ടിപ്പും വെച്ചു. ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്, അയാളെ വീക്ഷിക്കാം എങ്ങനെയാണ് ആ വെയിറ്ററുടെ ഒരു റെസ്പോൺസ്. അയാൾ ആ ടിപ്പ് ഇങ്ങനെ നോക്കി ടിപ്പ് എടുത്തു. മുഖത്ത് വലിയ പുഞ്ചിരുന്ന അയാളെ കണ്ടില്ല. ചിലപ്പോൾ അയാളുടെ റുട്ടീന്റെ ഭാഗമായിരിക്കാം, പലരും ടിപ്പ് കൊടുക്കുന്നതായിരിക്കാം. പക്ഷെ എപ്പോഴാണോ ആ ഒരു കടലാസ് ആ ഒരു വെയിറ്റർ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോ
വെയിറ്റിന്റെ മുഖം ഭയങ്കരമായിട്ട് എന്നെ ഹാപ്പി ആയിപ്പോയി. ടോട്ടൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. അതായത് ഭയങ്കര ഹാപ്പി ആയി. സി ഈ ഒരൊറ്റ റെസ്പോൺസ്, ആ വന്ന ക്ലയന്റിന്റെ അടുത്തുണ്ടായ റെസ്പോൺസ് അദ്ദേഹത്തിന് നെക്സ്റ്റ് ഡേ കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി ആയിട്ട് മാറി. Am I right? മുമ്പ് ഗാന്ധി പറഞ്ഞു, എന്നെ വേദനിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കണം, എന്നെ വേദനിപ്പിക്കാൻ ഞാൻ വിചാരിക്കണം, എന്നെ സങ്കടപ്പെടുത്താൻ ഞാൻ വിചാരിക്കണം, ബിക്കോസ് മൈ മൈൻഡ് ഈസ് വിത്ത് മീ. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 2019 ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ചെന്ന സമയത്ത് ആ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞു, സാറേ ഇമോഷൻസ് EQ അല്ലെ, ഇമോഷൻസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് സാറേ. EQ ഇമോഷൻസ്, SQനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സോഷ്യൽ കോഷ്യൻ എന്ന് പറഞ്ഞ ആളുകളുമായിട്ട് ഹൗ വി ആർ ബിഹേവ് വിത്ത് അതേഴ്സ്, ബാക്കിയുള്ള ആളുകളും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നു. ദാറ്റ് ഇസ് ഇമോഷണൽ സോഷ്യൽ കോഷ്യൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത് സാറേ, നമ്മളെ വേദനിപ്പിക്കുന്നില്ല നമ്മൾ തന്നെയാണ്. ഹൗ, എങ്ങനെയാണ് നമ്മൾ വേദനിപ്പിക്കുക? അപ്പൊ എന്നുള്ള മനസ്സിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്നെ ഞാൻ തന്നെയാണ് വേദനിപ്പിക്കാറ്. കാരണം ഞാൻ പഠനത്തിൽ ഇച്ചിരി ബാക്കിലുള്ള ആളാണ്. എനിക്ക് അത്ര വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അത് റിയാലിറ്റി എനിക്കും അറിയാം, എന്റെ വീട്ടുകാർക്കും അറിയാം, എന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാം. ഓക്കെ, അതും ആ വേദനിപ്പിക്കുന്ന നമ്മുടെ വ്യത്യാസം എന്താ? ജനറലി ഞാൻ ഇന്ന് എന്റെ ഫാദറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് രാവിലെ വരലി എത്ര ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഹി വിൽ ബ്ലെയിം, എന്തെങ്കിലും കുറ്റം പറയും, മണ്ടനാണ് പൊട്ടനാന്ന് പറയും. കാരണം എത്ര ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാലും ദേ വിൽ കാൽക്കുലേറ്റ് മൈ ബിഹേവിയർ ഓൺ ദി ബേസിസ് ഓഫ് മൈ മാർക്ക്. എന്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് എന്നെ ഇവാലുവേറ്റ് ചെയ്യില്ല ഗുഡ് ഓർ ബാഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മോശക്കാരനാണ് ആസ് പെർ ദി ഒപ്പീനിയൻ ഓഫ് മൈ പാരന്റ്സ് ആൻഡ് കൊളീഗ്സ് ആൻഡ് എവരിവൺ. എന്റെ കമ്പനിക്കാർക്ക് ഞാൻ അടിപൊളിയാണ്, വണ്ടർഫുൾ ആണ്, സൂപ്പർ ആണ്, ഐ എം എനർജറ്റിക് ആണ്, എനിക്ക് എല്ലാം അറിയാം, എനിക്ക് ബൈക്ക് അറിയാം, വണ്ടി അറിയാം, കാർ അറിയാം, ലാപ്ടോപ്പ് അറിയാം, ടെക്നിക്കൽ അറിയാം, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്, എനർജൈസ്ഡ് ആണ്, എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാനും കേൾക്കാനും എല്ലാം ഞാൻ ഗുഡ് ആണ്, ഞാൻ ഐ ആം എ വണ്ടർഫുൾ പേഴ്സൺ എന്നുള്ളത് എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. ബട്ട് സ്റ്റിൽ ഐ ഹാഡ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻ? ഞാൻ ഒരു ദിവസം ഇംഗ്ലീഷ് ക്ലാസ്സിൽ വളരെ വൈകിയാണ് വന്നത്. എന്നിട്ട് എന്ത് പറ്റിയടാ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ വൈകി വന്നപ്പോ ടീച്ചർ എന്നോട് പറഞ്ഞു, നീ ആള് ശരിയല്ല, തോന്നുന്ന പോലെ വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് ഫയർ ചെയ്തു. ഞാൻ സൈലന്റ് ആയിരുന്നു. അഗൈൻ ക്ലാസ്സിൽ കേട്ടിരുന്നപ്പോ എന്നോട് ചോദിച്ചു, വെർ ഇസ് യുവർ ടെക്സ്റ്റ് ബുക്ക്? ഞാൻ അന്ന് ആ ടെക്സ്റ്റ് ബുക്ക് മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിരുന്നു. സോ അഗൈൻ അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ച്, എന്നെ ഈ +1 പഠിക്കുന്ന എന്നെ ഇത്രയും പെൺകുട്ടികളെ മുമ്പിൽ വെച്ച് എന്നെ ചീത്ത പറയുന്ന അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾ സ്വാഭാവിക അഡോളസന്റ് കുട്ടികൾക്ക് ഭയങ്കര ഐഡിയ ഉള്ള ആളാണ്. ഞങ്ങൾ അഡോളസന്റ് കുട്ടികൾക്ക് എത്ര വിഷമാവും നിങ്ങളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പുഞ്ചിരിച്ച്. എന്നിട്ട് അവനോട് പറഞ്ഞു, സർ ഇൻ ദാറ്റ് ഡേ ഐ വാസ് ടു ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. യു നോ വൈ? എന്താണെന്നറിയോ? ടീച്ചർ സ്റ്റാർട്ടഡ് ടു blaming me, started to mocking me, teacher started teasing me continuously for 12 minutes. എനിക്കൊന്നും മനസ്സിലായില്ല. 12 മിനിറ്റ് ടീച്ചർ കംപ്ലീറ്റ് എന്നെ കളിയാക്കി, ഇൻസൾട്ട് ചെയ്തു, പരിഹസിച്ചൊക്കെ പറഞ്ഞു. ഇറ്റ് വാസ് ഇൻ ഇംഗ്ലീഷ്. എല്ലാം ടീച്ചർ പറഞ്ഞ ഇംഗ്ലീഷിലായിരുന്നു. ഇംഗ്ലീഷ് ടീച്ചർ അല്ല, ഇംഗ്ലീഷിനാണ് എന്നോട് എല്ലാം പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. സോ അന്ന് ഞാൻ തീരുമാനിച്ചു, എന്തോ എന്നെ മോശപ്പെട്ട് പറയുന്നതിന് മനസ്സിലായി, പക്ഷെ ഞാൻ എനിക്കൊന്നും മനസ്സിലാകത്തപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു, എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്റെ ഉപ്പ എന്നെ ചീത്ത പറയുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്റെ ഉമ്മ പറയുമ്പോൾ സങ്കടം വരാറുണ്ട്. പക്ഷെ എന്റെ ടീച്ചർ ഇന്ന് ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് ചെറിയ വിഷമം വന്നിട്ടുണ്ട്. ഇത്രയും കുട്ടികളെ മുമ്പ് വെച്ച് എന്തോ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് കൂടുതൽ വിഷമിക്കുന്നത് അപ്പൊ ഞാൻ തന്നെയല്ലേ. പറയുന്ന ആളുകൾ പറയുന്ന മൊമെന്റിൽ പറയുന്ന എന്തോ പറയുന്നതിൽ പറഞ്ഞങ്ങ് പോകും. പിന്നെ അത് ഞാൻ എന്റെ ഹൃദയത്തിലിട്ട് എന്റെ മനസ്സിലിട്ട് താലോലിച്ച് കൊഞ്ചിച്ച് ഞാൻ കൊണ്ടു നടക്കുമ്പോഴാണ് I feel more and more and more and more and more. Think. അല്ലേ? ആണോ അല്ലേ? നമ്മളോട് ചില ആളുകൾ പല കമന്റും പറയും. 100 പേര് നമ്മളോട് വെരി ഗുഡ്, ഷാഫി എക്സലന്റ്, ഹാരിസ് എക്സലന്റ്, റോസ്ലി എക്സലന്റ്, സേറ എക്സലന്റ്, വാട്സ്ആപ്പ് എക്സലന്റ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്ന് നമ്മളോട് ഇത് നാട് എന്ന് ചോദിച്ചാൽ which comment we will remember? ഏത് കമന്റാ നമ്മൾ ഓർമ്മിക്കാം? ലാസ്റ്റ് പറഞ്ഞ നെഗറ്റീവ് കമന്റ്. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കമന്റ്, that may be negative or positive. അത് അവർക്ക് പോസിറ്റീവ് ആണ്, നമുക്ക് നെഗറ്റീവ് ആണ്. ഓക്കെ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എവരിതിങ് ഇസ് കോൺടെക്സ്ച്വൽ ആണ്. സി, അവര് പറഞ്ഞ ആളുകൾ നോക്ക്, നമ്മളെ കളിയാക്കിയവനോ പരിഹസിച്ചവനോ ഇൻസൾട്ട് ചെയ്തവനോ നമ്മളെ വളരെ മോശമായി ചിത്രീകരിച്ച് ഒരുവൻ ആരുമാവട്ടെ,
അയാൾ പറഞ്ഞ അടുത്ത നിമിഷം his thought left from that point. അല്ലേ? ആ ചിന്തയിൽ നിന്ന് അയാൾ മാറി. ബട്ട് വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ വീണ്ടും അത് ആലോചിച്ച്, എന്നാലും ഓൾ അങ്ങനെ പറഞ്ഞുല്ലേ, എന്നാലും ഓൻ അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും ഓൻ്റെ വല്ലാത്ത സാധനം തന്നെയാണല്ലേ, ഞാൻ ഇല്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ പറയല്. സി, നിങ്ങൾ കേട്ടില്ലേ, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചെല്ലണം. നെവർ ഗീവ് എ സർപ്രൈസ്, ഒരിക്കലും സർപ്രൈസ് കൊടുക്കരുത്. വൈ? ബന്ധങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട്. ലോകത്തില് ഏറ്റവും സന്തോഷം കിട്ടുന്നത് എന്ത് പറയുമ്പോഴാണ് നിങ്ങൾക്കറിയാം? പരദോഷം. എക്സലന്റ്. എന്ത് പറയും? പരദൂഷണം പറയുമ്പോൾ ഭയങ്കര സന്തോഷം. സംശയം ഉണ്ടാവും. Am I right? Yes or no? ഒരാളെ കുറ്റം പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. Am I right? എല്ലടോ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ എന്തെങ്കിലും കുറ്റം, അധ്യാപകർക്ക് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറ്റങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം കിട്ടൂലേ? കിട്ടുന്നവരിനോ കിട്ടാത്ത യു ക്യാൻ കമന്റ്. ഈ ജനറൽ ഹ്യൂമൻ ക്യാരക്ടർ നിങ്ങളുടെ ഒരു സമാധാനം അല്ലെ, ഒരു സമാധാനം. ഓളോ ഹർഷിനെ, ഓളങ്ങനെ തന്നെയാണ്, ഭയങ്കര ജാടയാണ്. എനിക്ക് തോന്നിയില്ല? എനിക്ക് തോന്നി. സി, നമുക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ കേറി എന്തോ രസകരമായിട്ടൊരു സംസാരം ഉണ്ടാവും. 4 പേര് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആരും എണീറ്റ് പോകുന്നില്ല. അപ്പൊ എന്താ സംഭവം? ഞാൻ എണീറ്റ് പോയി കഴിഞ്ഞാൽ എന്നെ കുറിച്ച് പറയില്ല, അതുകൊണ്ട് ഞാൻ എണീക്കുന്നില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ തോട്ടിൽ കംപ്ലീറ്റ്ലി എന്തിനാത് പറയുന്നത്? ചുമ്മാ ഒരു രസം. ഈ പറയുന്ന ആളത് ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ കേട്ടാള് ഹർഷൻ എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു, അത് വേറെ ആള് പക്ഷെ ഹർഷൻ എന്നിട്ട് പറഞ്ഞു, സാറേ ഹർഷൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഹർഷനെ പറഞ്ഞത് ആ കോണ്ടെക്സ്റ്റില് ബാക്കിയുള്ള ആളുകളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ഡയലോഗ് ആയിരിക്കും. ആണോ അല്ലേ? ആയിരിക്കും. അല്ലാതെ പേഴ്സണലി യാതൊരു സംഭവം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രെസ്ഡായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ, ബിസിനസ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് അന്ന് കയറി വന്നതായിരിക്കും. ഓൺ ദ സ്പോട്ടിലായിരിക്കും നമ്മൾ എന്തോ ഒന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് റെസ്പോണ്ട് ചെയ്യും. Am I right? Yes or no? ചാറ്റ് ബോക്സിൽ ഒന്ന് വരട്ടെ, എത്ര ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്ന നോക്കട്ടെ. Yes or no? Yes. ഷബന ജബീൻ എസ് പറഞ്ഞിട്ടുണ്ട്. ഷാന ജബീൻ. ഓക്കെ, വേറെ ആളുകൾ ആരൊക്കെയുണ്ട് എസ് പറഞ്ഞത്? Yes or no? എന്തെങ്കിലും? യെസ്, യാ സോലിഹ, നാജിയ, നിജ്മ. ഓക്കെ, ഫൈൻ. നോക്ക്, അപ്പൊ നമ്മുടെ റെസ്പോൺസ്, എവറി റെസ്പോൺസ് വിൽ ബി അക്യുമുലേറ്റഡ്. എല്ലാം അക്യുമുലേറ്റ് ചെയ്തതിന്റെ റിസൾട്ട് ആയിരിക്കും പുറത്തോട്ട് വരിക, അല്ലെ? മുസഫ്, ഷബിത എല്ലാവരും റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, ഫൈൻ. നമ്മുടെ ഓൾ ദി റെസ്പോൺസസ് വിൽ ബി എ റിസൾട്ട് ഓഫ് അവർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. നമ്മളെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും. അപ്പൊ ഒരാൾ കളിയാക്കുമ്പോ, പരിഹസിക്കുമ്പോ, ഇൻസൾട്ട് ചെയ്യുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി വി വിൽ ബി ഇൻ എ ഡിസ്ട്രെസ് മൂഡ്. അപ്പൊ നിങ്ങൾ യു ഹാവ് ടു സെറ്റ് എ ബൗണ്ടറി. Till hitherto you had a boundary that ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും എനിക്കങ്ങ് സങ്കടം വരും എന്ന്. This was your boundary. So today onwards you have to cut the boundary. എങ്ങനെ കട്ട് ചെയ്യണം? എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾ, the comments are contextual. ഇന്ന് നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞവൻ നാളെ നിങ്ങളെ കളിയാക്കാം, പരിഹസിക്കാം, ഇൻസൾട്ട് ചെയ്യാം. ഇന്ന് നിങ്ങളെ കളിയാക്കി പറഞ്ഞവൻ, ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞവൻ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റോറി പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ക്ലാസ് റൂമിൽ ഒരു സാറ് വന്നു. നല്ല ഉയരമുള്ള, പൊക്കമുള്ള, ചെറിയ കഷന്തലയായിട്ടുള്ള തടിച്ചൊരാൾ. അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഓ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ 10th എത്തിയിട്ടുണ്ട്. It is the stage in which you are moving. It is the beginning of your studies എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. It is a foundation. This work will decide your future എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അദ്ദേഹം ചോദിച്ചു, what is your ambition? Then everybody was looking what will we answer. നമ്മൾ എന്ത് ആൻസർ പറയുന്നില്ല, കൺഫ്യൂഷൻസ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഓരോ ആളോട് ചോദിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ റോയിൽ ചോദിച്ചു, what is your ambition? And the first child replied, my ambition is to become a teacher. The same dialogue was continued by everybody. എല്ലാവരും തുടർന്നു. എല്ലാവരും പറഞ്ഞു, yes, I also want to become a teacher. The row was continuing the same pattern.
അങ്ങനെ അടുത്ത റോയിലേക്ക് ജമ്പ് ചെയ്തു. അടുത്ത റോ എന്നൊരു കമന്റ് വന്നു. അവിടെ പറഞ്ഞത് ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ എന്ന റോ എന്ന് പറഞ്ഞാൽ ഡോക്ടർ കംപ്ലീറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. അടുത്ത റോ വന്നത് എഞ്ചിനീയർ ആയിരുന്നു. റോയിൽ ഒരാൾ എഞ്ചിനീയർ പറഞ്ഞു. അഗെയിൻ എവ്രിബഡി റെസ്പോണ്ടഡ് ലൈക്ക് എഞ്ചിനീയർ. ആൻഡ് വൺ among them reacted, said, I want to become a scientist. I want to become a scientist. Normally how we will react? ഞങ്ങൾ എല്ലാവരും അവന്റെ മുഖത്തോട്ട് ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് നോക്കിയത്. This was the reaction. Then what happened? We started teasing. ഞങ്ങൾ പിന്നെ അവനെ കളിയാക്കാൻ തുടങ്ങി. സൈ വരുന്നുണ്ട് ഭയങ്കരമായി കളിയാക്കാൻ തുടങ്ങി. കാരണം നമുക്ക് ഒരുപാട് നമ്മുടെ ഇമോഷൻസ് എന്താ, ബാക്കിയുള്ള ആളുകളെ കളിയാക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം കിട്ടും. അവൻ എങ്ങനെ ഫീൽ ചെയ്യുന്നു? അവൻ ചെറുപ്പത്തിൽ ഉപ്പ മരിച്ച ഒരു കുട്ടിയാണ്. അവന് പഠനത്തിൽ ഒരു ആവറേജേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് നടക്കാതെ വെറുതെ പുഴുവടിക്കാന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അങ്ങ് കളിയാക്കി ഇങ്ങനെ കൊണ്ടുനടന്നു. കാലങ്ങൾ കഴിഞ്ഞു. ഏകദേശം വർഷങ്ങൾക്ക് ശേഷം 4 വർഷങ്ങൾക്ക് മുമ്പ് അവനെ വിളിച്ച് ഒരു അംഗീകാരം നൽകി ഞങ്ങൾ. ഒരു പാർട്ടി ഗെറ്റ് ടുഗദർ രണ്ടാമതുണ്ടായ സമയത്ത് സ്കൂളിൽ. കാരണം അവനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ഫിസിക്കൽ സയന്റിസ്റ്റ് ആയിട്ടാണ്. സോ ഹിസ് ഇമോഷൻ വാസ് വെൻ ഞങ്ങൾ എപ്പോഴാണോ അവനെ കളിയാക്കിയിരുന്നത്, എപ്പോഴാണോ അവനെ പരിഹസിച്ചത്, എപ്പോഴാണോ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നത്, അന്ന് അവന്റെ റെസ്പോൺസ് വാസ് എ സ്മൈൽ വിത്ത് എ കോൺഫിഡൻസ്. ഒരു പുഞ്ചിരിയായിരുന്നു. കാരണം ആ ഒരൊറ്റ പുഞ്ചിരിയോട് അവൻ നമ്മളോട് പറഞ്ഞത് വെയിറ്റ് ആൻഡ് സീ എന്നായിരുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെയും പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നവരുണ്ടായിരിക്കും. നമ്മൾ പഠിക്കാൻ ഇറങ്ങുമ്പോൾ, പുതിയ എന്തെങ്കിലും വായിക്കാൻ ഇറങ്ങുമ്പോൾ, പുതിയൊരു നല്ല സംരംഭങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ ഡൗൺ ആക്കാൻ വേണ്ടി മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. നമ്മളെ മാത്രം എന്താ പറയുക, ഡൗൺ ആക്കാൻ വേണ്ടിയുള്ള ഡയലോഗുകൾ പറയുന്ന ആളുകളുണ്ടായിരിക്കും. സി ഹൗ യു ക്യാൻ എക്സ്പാൻഡ് യുവർ ബൗണ്ടറി. ജസ്റ്റ് ഗിവ് എ സ്മൈൽ. Okay, just give a smile. This is the first area of the boundary. And second boundary, I have to tell you the emotion area. ചില കാര്യങ്ങൾ കണ്ടില്ലേ, നമ്മുടെ വീട്ടിൽ കല്യാണത്തിന് അവനെ വിളിക്കണ്ട. എന്താ വിളിച്ചാല് അവരെ വീട്ടിൽ കല്യാണത്തിന് നമ്മളെ വിളിച്ചില്ലേ, പിന്നെ നമ്മളെ വിളിക്കേണ്ട ആവശ്യം? Is a boundary. ഇങ്ങനെ സെറ്റ് ചെയ്ത ബൗണ്ടറി സെറ്റ് ചെയ്ത ആളോട് എനിക്ക് പറയാനുള്ളത്, യു ഹാവ് ടു ബ്രേക്ക് ദ ബൗണ്ടറി. നിങ്ങളെ കല്യാണം വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ വിളിക്കണം. നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരോട് പറയണം. നിന്നെ വെറുക മാത്രം ചെറുതല്ല എന്റെ ഹൃദയം എന്നൊരു ഡയലോഗ് ഓടോ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഹൃദയം, യു ഹാവ് എക്സ്പാൻഡ് ദി ബൗണ്ടറീസ് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ബൗണ്ടറി ഒന്ന് വലുതാക്കും. നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ പറ. നിങ്ങൾ ഒരുപാട് പരിഹസിച്ച പാര വെച്ച ആളാണെങ്കിൽ പോലും നിങ്ങൾ വളരെ പുഞ്ചിരിയോടുകൂടി റെസ്പോണ്ട് ചെയ്യും. റെസ്പോൺസ് വളരെ പുഞ്ചിരിയോടുകൂടി റെസ്പോണ്ട് കൊടുക്കും. എന്തൊക്കെയാണ്? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? അവര് ചിന്തിക്കണം. ഞാൻ ഇത്രയും പലതും പറഞ്ഞിട്ടും കഷ്ടപ്പെടുത്തിയിട്ടും എത്ര സിമ്പിൾ ആയിട്ടാണ് ഡീലിംഗ് ദ സിറ്റുവേഷൻ. ഡു യു ഗെറ്റ് മീ? ഡു യു ഗെറ്റ് മീ? സോ യുവർ ഇമോഷൻസ് ഈസ് യുവർ പവർ. Your emotions, your power is the ability to control your emotions in different situations. Okay? So why we have an intellectual boundary? Let me tell you what is intellectual boundary. Intellectual boundary is to respect the ideas of others. നിങ്ങൾ നോക്ക്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ സംസാരിക്കാന്ന് വിചാരിക്കും. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ സംസാരിക്കാന്ന് വിചാരിക്കും. ഹസ്ബൻഡ് ഒരു ഐഡിയ പറഞ്ഞിങ്ങനെ വരുന്ന സമയത്ത്, എടാ ഞാൻ ഒരു പുതിയൊരു ഐഡിയ കിട്ടോ എന്ന് പറഞ്ഞു വൈഫ് ഒറ്റയടിക്കൊരു ഡയലോഗ്, നിങ്ങളുടെ പൊട്ട ഐഡിയ കാര്യം എത്ര കാലമായി ഞാൻ കേൾക്കൽ തുടങ്ങിയിട്ട്. സി, അതോടുകൂടി ആ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആയില്ലേ? വൈഫ് എന്തെങ്കിലും പുതിയൊരു സംവിധാനത്തെ കുറിച്ച് നിങ്ങളോട് പറയാതെ വിചാരിക്കും, നോക്കൂ നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്താലോ. പണ്ടേ എന്റെ ബുദ്ധി, എനിക്കില്ല ബുദ്ധി, എന്റെ പേരക്കാർക്കില്ല ബുദ്ധി, ഈ വെറുതെ ഏതെങ്കിലും പൊട്ടത്തരം പറഞ്ഞേ. ഒരൊറ്റ കമന്റ് മതി, ആ ഹാപ്പിനെസ് മുഴുവൻ എന്താവും? തീരുമാനമായിരിക്കും അല്ലെ? നമ്മൾ 3 പേരും കൂടി ഇരുന്നൊരു ഡിസ്കഷൻ നടത്താന്ന് വിചാരിക്കും. എവ്രിബഡി വിൽ ഹാവ് ദെയർ ഓൺ ഐഡിയാസ്. ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കും ചിലപ്പോൾ ആളുകൾ. അപ്പൊ ഈ ഒരാൾ പറഞ്ഞു, സാറേ നമ്മുടെ ഒരാളുണ്ട്, അയാളെന്താ പ്രശ്നം? അയാളുടെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ, ഒരു ടീച്ചറെ കുറിച്ച് പറഞ്ഞാൽ ആ ടീച്ചറോട് എന്തെങ്കിലും ക്ലാസ്സിന് ഡൗട്ട് എന്ന് ചോദിച്ചാൽ ടീച്ചർ അപ്പൊ പറയും, ഇതൊന്നും അറിയില്ല, ഇത്രയായിട്ടും തീരെ അന്തല്ലേ, ഒരു ബുദ്ധി ഇല്ലല്ലോ എനിക്ക്. നമ്മളങ്ങോട്ട് ആകെ ഇങ്ങോട്ട് മൈനസ് ആകും. നെവർ.
എന്റെ ക്ലാസ് കേൾക്കുന്ന ഒരു കുട്ടികളും അവർ ലൈഫ്, എന്റെ ഈ ഒരു ലൈഫ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന് ഞാൻ ഒരു ലൈന് കൊടുക്കാറുണ്ട്. ദ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ജീവിതം സുന്ദരമാണ്, ജീവിക്കാനുള്ള മനഃശാസ്ത്രം അറിയുന്നു. ദാറ്റ്സ് എ ടാഗ് ലൈൻ, മൈ ഓൺ ടാഗ് ലൈൻ. ജീവിതം സുന്ദരമാണ്, ജീവിക്കാനുള്ള മനഃശാസ്ത്രം അറിയുന്നു. എന്റെ കുട്ടികളെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? സാഹചര്യം. ഇപ്പൊ ഇൻഫർമേഷൻ ഈസ് ഓവർലോഡഡ്, ബട്ട് നോബഡി നോ ദ എറ്റിക്കേറ്റ്സ്. ഒരൊറ്റൊന്നിനും സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം പോലും അറിയില്ല. ആ അധ്യാപകൻ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്ത് ചോദിക്കുമ്പോഴും, നമ്മൾ കൗൺസിലിംഗിന് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ എംപതിയോട് കൂടി ഫീൽ ചെയ്യണം, എംപതി ഫീൽ ചെയ്യണം. നമ്മൾ ആ ഒരു ക്ലയന്റിന്റെ സൈക്കോളജിക്കൽ ഫിനോമിനോളജിക്കൽ വേർഡിലേക്ക് നമ്മൾ എത്തണം. അത് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ടീച്ചർ ചോദിക്കുകയാണ്, സാറേ അതെങ്ങനെയാ ചെയ്യാ, അതെന്താ? എടോ എനിക്കിതൊന്നും അറിയില്ല, ഈ പത്രം വായിച്ചില്ല, ഒരു അന്തുമില്ല. ചോദ്യത്തിനാണോ ഉത്തരം പറയുന്നത്? ചില രക്ഷിതാക്കളുണ്ട് അങ്ങനെ. ഉപ്പ അതെന്താ? എടാ പൊട്ട, 8ാം ക്ലാസ് എത്തില്ലേ, ഇനി എനിക്ക് എന്തല്ല എന്നതൊക്കെ പഠിക്കുക, ട്യൂഷനൊക്കെ വെറുതെ കൊണ്ടേയാക്കണം, ഒരു കാര്യം ചോദിച്ചവരെല്ലാം മറുപടി. See, when we have to respect everybody's cognitive thoughts. എല്ലാവരുടെയും മനസ്സിന്റെ ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്തേ പറ്റൂ. വൈ എന്തുകൊണ്ടാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പറയാൻ കാരണം? നമ്മുടെ ബുദ്ധിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്, നമുക്ക് നമ്മളോട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ കൗൺസിലിംഗിൽ പറയല്ലേ, റാപ്പോ ബിൽഡിംഗ് എന്ന് പറയണമെങ്കിൽ, റാപ്പോ ബിൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്തൊരു കാര്യം പറയണമെന്നൊരു ഫീല് ഒരാൾക്ക് തോന്നണമെങ്കിൽ, അയാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാള് നമ്മളെ ഇന്റലക്ച്വൽ ബൗണ്ടറി എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പോ എന്റെ ഒരു ഇന്റലക്ച്വൽ ബൗണ്ടറി ഞാൻ സെറ്റ് ചെയ്യണം, ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്ട് വിൽ ഹാപ്പൻ, യു നോ? ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അയാൾ സംസാരിക്കുന്നത് ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇഫ് മൈ ഇന്റലക്ച്വൽ ബൗണ്ടറീസ് ഐ ആം ഓക്കെ, യു ആർ ആൾസോ ഓക്കെ എന്നാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന മുഴുവൻ കേൾക്കും. കംപ്ലീറ്റ്ലി ഐ ആം റെഡി ടു ലിസൺ whatever the comments, whatever the statement you are telling to me. Do you get me? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച്, എന്റെ സ്വഭാവം, we have an introspection yourself. നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ നേച്ചർ എങ്ങനെയാണ്, how you are dealing, how you are responding, how you are behaving, how you are managing the situation. പഠിപ്പിക്കണം. ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ചില ആളുകൾക്ക് അറിയില്ല. എറ്റിക്കേറ്റ്സ് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വണ്ടിയായിട്ട് വരികയാണെങ്കിൽ നേരെ വന്ന് വീട്ടിലെ മുറ്റത്ത് അവിടെ അങ്ങ് നിർത്തും. അയാൾക്ക് ആ വീട്ടിനെ മുറ്റത്തും സൈഡാക്കി നിർത്താം. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു കാര്യം ആലോചിച്ചോക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു വിഷയം നമ്മൾ പറയാന്ന് വിചാരിക്കേ, ഇക്കാക്ക നിങ്ങൾ ആ വണ്ടി ഒന്ന് അങ്ങ് ഒതുക്കിയിടോ എന്ന് ചോദിച്ചു. നമ്മളെ ഹൃദയത്തിൽ വരുന്ന തോട്ട്, ഇവിടെ ഒരു വണ്ടി ഒതുക്കിയിടും, ഇവിടെ വേറെ വണ്ടി അതേ വരാണ്ടോ, വണ്ടി ഒന്നും വരാനില്ലല്ലോ, പിന്നെ ഇപ്പൊ എന്തിനാ ഒതുക്കിടാൻ ഓടോടും മുറ്റും ഒരു ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ മനസ്സിൽ വെറുതെ വെറുത്ത് സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, നമ്മളാണ് വണ്ടി നിർത്തിയെന്ന് വിചാരിക്കും. ആ വീട്ടിലെ കുട്ടി പറഞ്ഞു, ഇക്കാക്ക വണ്ടി ഒന്ന് ഒതുക്കിയിടുമേ, അന്ന് ഇവിടെ വേറെ വണ്ടി ഉണ്ടോ? വണ്ടി ഒന്നുമില്ല, എന്നാലും ഒന്ന് ഒതുക്കിയിട്ടാല് ഞാൻ ഇപ്പൊ 5 പോകൂലേ, എന്താ പോടെ വെച്ചാല്. സി, നമ്മൾ ചെയ്യേണ്ട ഫോൾട്ടുകൾ, നമ്മളെ ഇന്റലക്ച്വൽ ഫോൾട്ടുകൾ ബാക്കിയുള്ള ഒരാളെ തലയിൽ വെച്ച് കെട്ടി ഈഗോ അടിക്കണ്ട. മുമ്പ് ഒരാളോട് പറഞ്ഞു, ഉപദേശ ട്രെയിനിങ് പറഞ്ഞതാണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കല്ലോ, നമ്മളൊരു ഫീഡ്ബാക്ക് ചോദിക്കും. ഒരാൾ ഫീഡ്ബാക്ക് ചോദിച്ചു, അപ്പൊ ഇയാൾ മറുപടി എടുത്തു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയെന്ന്, അടിപൊളിയായെന്ന് മറുപടി എടുത്തു. ഈ മറുപടി അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാൾ ചോദിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് എന്ന് പറയണം. പക്ഷെ റെസ്പോൺസ് കൊടുത്തത് എന്താ? ഇങ്ങനെയും കൂടി ആയിരുന്നെങ്കിൽ ശരിയായേനെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, ഇന്നെ പഠിപ്പിക്കാനായില്ല, ഞാൻ കുറെ കാലം തുടങ്ങിയിട്ട് എന്തിനാ ഭയങ്കര റഫ് ചെയ്തു. സി, എന്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ, യു ഹാവ് ടു കീപ് മിനിമം എറ്റിക്കേറ്റ്സ്. നിങ്ങൾ മിനിമം കീപ്പ് ചെയ്യണം. നമുക്ക് ഇഫ് വി ഗെറ്റ് എ ഫീഡ്ബാക്ക് ഫ്രം സംബഡി, അതിൽ നിന്ന് 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്നുകിൽ അയാൾ നമ്മൾ തളർത്താൻ വേണ്ടി പറയുന്ന ഡയലോഗ് ആയിരിക്കാം, അത്ര ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ വി ഹാവ് ടു തിങ്ക്, ഇത് ശരിയാണോ അല്ലേ, നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇമോഷൻസിനെ അത് ബാധിക്കരുത്. യു ഗെറ്റ് മീ? So you have to set your emotion conscious, more powerful, and the intellectual boundaries. See, 2-3 ആളുകൾ സംസാരിക്കുന്ന സമയത്ത്, okay, നോക്ക്, intellectual boundaries are violated when someone dismisses or belittles another person's thoughts and ideas. നമ്മൾ ഒരാളുടെയും തോട്ടിനെയും ഒരാളുടെയും ഐഡിയകളെയും കളിയാക്കുന്ന രീതിയിലാണ് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്നെങ്കിൽ, യു ഹാവ് ടു ക്രോസ് ദ ബൗണ്ടറി ആൻഡ് നിങ്ങൾ അയാളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാക്കണം.
നോക്ക്, നിങ്ങൾ പരസ്പരം സാധാരണ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ആക്ടിവിറ്റി ചെയ്യാറില്ലേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പരസ്പരം ഒന്ന് സംസാരിച്ചിരിക്കുമ്പോൾ എത്ര രസമുണ്ടായിരിക്കും അല്ലെ? ഒന്നിപ്പോ ഭർത്താവും ഭാര്യയൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് മുഖത്തോട് മുഖമൊക്കെ നോക്കി എനിക്ക് നേരം കിട്ടുമോ നേരമില്ലാത്ത നേരത്ത് അല്ലെങ്കിൽ തന്നെ പിന്നെ ആകെ ക്ഷീണിച്ച് ടയർഡായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്നാളൊരാൾ പറഞ്ഞു സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ ഓരോ പരാതി പരിഭവങ്ങളെ അയാളോട് പറഞ്ഞു തുടങ്ങും, കേൾക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് ഇരിക്കും പറയും നിങ്ങൾക്ക് തീരെ ബോധമില്ല, നിങ്ങൾക്ക് തീരെ അന്തല്ല, നിങ്ങൾക്ക് ഇങ്ങനെ നടന്നോളി, ഒരു അന്തമില്ല നടന്നോളി. ഇപ്പൊ നിങ്ങളെല്ലാം ചോദിക്കട്ടെ, നിങ്ങളെ വൈഫ് ചോദിക്കുന്ന ചോദ്യമാണോ എന്നല്ല നിങ്ങളെ മനസ്സിലുള്ളത്? അല്ല, കോമൺ ആയിട്ട് പറയണം, നമ്മുടെ ഡയലോഗ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് ഈ ഫോണിന് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾ? വൈ വി ലവ് ദ ഫോൺ? വൈ? എന്തുകൊണ്ടാണ് അതിന് നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം? ഈ ഫോൺ നമ്മളെ വെറുപ്പിക്കൂല. വെറുപ്പിക്കുന്ന കോൾ വന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ചോദിച്ചാലും മുമ്പിൽ തന്നുകൊണ്ടിരിക്കും അല്ലേ? Am I right? ഇനി ഈ ഫോണിൽ നിന്ന് എനിക്ക് വരുന്ന ചോദ്യങ്ങൾ ഫുൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ഈ ഫോൺ ബെല്ലടിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തായിരിക്കും? പേടിയായിരിക്കും. Am I right? Am I right? അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, നിങ്ങൾ ഏതുപോലെയാണ്? നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളെ എല്ലാവരോടും നിങ്ങളുടെ റെസ്പോൺസ് ഭയങ്കര അരഗന്റ് ആണ്, ചൂടാണ്, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയും, ഓവർ ഹീറ്റഡ് പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ nobody will respect you. Definitely nobody. Am I right? Am I right? Within 10 minutes it is going to be end, so wait for the next slide. Intellectual boundary കഴിഞ്ഞാൽ നമ്മൾ time boundary. So time boundary means you have to make a priority. നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. ഞാൻ ചോദിക്കട്ടെ, ഇത് 2024, 2025 ആകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന, നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്ന നിങ്ങളൊരു മാറ്റം പറ. ഒരു മാറ്റം. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും? നിങ്ങൾക്ക് ആലോചിക്കാം, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കും? നിങ്ങളുടെ പ്രൊഫൈൽ എന്തായിരിക്കും? ഒരു ഇയർ കഴിയുമ്പോൾ, 1 ഇയർ കഴിയുമ്പോൾ എന്തെല്ലാം ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ? ഒരു ഡിഗ്രി നിങ്ങളുടെ പ്രൊഫൈലിൽ കൂടുമോ? ഒരു ഡിപ്ലോമയെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമോ? ഫ്രാങ്ക്ലി ടെല്ലിങ്, ഞാൻ എന്റെ കുട്ടികളെല്ലാവരും പറയുന്ന ഒരു കാര്യം, ഒരിക്കലും പഠനം സ്റ്റോപ്പ് ചെയ്യരുത്. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം. കൗൺസിലിംഗ് കോഴ്സ് യൂണിവേഴ്സൽ അക്കാദമി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ 2020 ആരംഭിക്കുന്ന സമയത്ത്, 2020 തുടങ്ങി ഈ 24 ആകുമ്പോഴേക്കും ഡിപ്ലോമ കോഴ്സുകൾ 8 കംപ്ലീറ്റ് ആയി, ഇൻക്ലൂഡിംഗ് ഗൾഫ് ബാച്ച്. റെമഡിയൽ കോഴ്സ് 3 ബാച്ച് കംപ്ലീറ്റ് ആയി, റെമഡിയൽ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ്. PG ഡിപ്ലോമ 3 ബാച്ച് കംപ്ലീറ്റ് ചെയ്തു. 4ാമത് PG ഡിപ്ലോമ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് 4ാമത്തെ ബാച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. PG ഡിപ്ലോമ മാനേജ്മെന്റ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി 3ാമത്തെ ബാച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സി വൈ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ഇറങ്ങുമ്പോൾ, നിങ്ങൾ കോഴ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബ്ലോക്സ് ഉണ്ടായിരിക്കും. ജസ്റ്റ് തിങ്ക്, എന്തൊക്കെയാ നമ്മളെ ബ്ലോക്സ്? സമയമില്ല, നേരമില്ല, ഇതൊക്കെ തീരട്ടെ, അടുത്ത മാസം ആവട്ടെ, അതിന്റെ പിറ്റേന്ന് ആവട്ടെ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും we will have certain blocks. നമുക്ക് പറയാം certain challenges എന്ന് പറയാം. ചില ആളുകൾ ബ്ലോക്ക് ആയിട്ട് എടുക്കും, ചില ആളുകൾ ചാലഞ്ച് ആയിട്ട് എടുക്കുന്ന ആളുകൾ അതിനെ ഓവർകം ചെയ്തു. ആ ഓവർകം ചെയ്ത ആളുകളാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട്. ആ ഓവർകം ചെയ്ത ആളുകളിൽ കുറെ ആളുകളാണ് ഈ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കോൺവെക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് ആ ഫോട്ടോയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇത് ചാലഞ്ച് ചെയ്താണ്. എന്ന പോലെ ഇതില് ഓഡിയോ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനേഴ്സ് ആയി മാറി നമ്മുടെ കോച്ചിൽ ആളുകളൊക്കെ ഓവർകം ചെയ്താണ്. സോ എനിക്ക് കോമൺ ആയി ചോദിക്കാനുള്ളത്, ഹൗ യു ഓവർകം എവറിഥിങ്? നിങ്ങളുടെ ബൗണ്ടറി എന്താ? ബൗണ്ടറീസ് ആർ എക്സ്പാൻഡബിൾ. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾ ഓർമ്മിക്കുക, നമ്മുടെ ജീവിതത്തിൽ ടൈം ബൗണ്ടറി നമ്മൾ വെച്ചേ പറ്റൂ. When you have a time boundary, you can elaborate the system. പ്രയോറിറ്റികൾ കൊടുക്കുക, എഡ്യൂക്കേഷൻ പ്രയോറിറ്റി, ഹെൽത്ത് പ്രയോറിറ്റി, ടൈം ബൗണ്ടറി കൊടുക്കുക. ബിക്കോസ് യുവർ മൈൻഡ്, വാട്ട് ഈസ് അവർ മൈൻഡ്? സം ടോട്ടൽ ഓഫ് അവർ ആക്ഷൻസ്. ഞാൻ മൈൻഡിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ബൗണ്ടറി, ഹൗ വി ക്യാൻ എക്സ്പാൻഡ് അവർ ബൗണ്ടറി? വി ഹാവ് ടു ബ്രേക്ക് അവർ കംഫർട്ട് സോൺ. നമ്മളെ കംഫർട്ടായി ഇരിക്കുന്ന പല സോണുകളുണ്ട്. ഒന്ന് പ്രസംഗിക്കാൻ എണീക്കാൻ പോകുന്ന സമയത്ത് എണീക്കാൻ വിചാരിക്കും, പറ്റില്ല, അയ്യോ എല്ലാവരും എന്താ വിചാരിക്കുക, വാട്ട് വിൽ എവരിവൺ വിൽ തിങ്ക് എന്നുള്ളതായിരിക്കും. എല്ലാവരും വിചാരിക്കുന്ന വിചാരങ്ങളൊക്കെ നമുക്ക് വേണം. ബാക്കിയുള്ള ആളുകൾ വിചാരിക്കുന്ന ഒരു വിചാരം എനിക്ക് പ്രശ്നമാവും. ഇപ്പൊ അഡോളസന്റ് കുട്ടികൾ പറഞ്ഞിട്ടില്ല,
പറയുന്ന രീതിയുണ്ട്. എന്താ പ്രശ്നം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, സാറേ ഒന്ന് പറയണം കുട്ടികളോട് ഫിസിക്കൽ ബൗണ്ടറി വെക്കാൻ. ഒരു ആൺകുട്ടികൾ തോളത്തെ കൈയിട്ട് നടക്കുകയാണ്. നമ്മൾ ചോദിക്കണം, നമ്മളോട് പറയും എന്താ അതിന് പ്രശ്നം, തോളത്ത് കൈയിട്ട് എന്താ പ്രശ്നം, ഒരു ഹഗ് ചെയ്ത് എന്താ കുഴപ്പമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമോ, ഞങ്ങൾക്ക് എനിക്ക് പ്രശ്നമില്ല, അവർക്ക് പ്രശ്നമില്ല, ഇപ്പൊ ടീച്ചർക്ക് എന്താ പ്രശ്നം ചോദിച്ചു ഞങ്ങൾ എന്തോ പറയും. So you have to answer, you have to give the answer to your children. The first point, by expanding your consciousness. നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റിയെടുക്കണം. ഓക്കെ, നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ പ്രോസസ്സിങ്ങും നിങ്ങളുടെ ഇമോഷൻസും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. രണ്ടാമത്തെ തോട്ട്, യു ഹാവ് ടു ബൈ ലെറ്റിംഗ് ഗോ. പോണാൽ പോകട്ടുമേ. ഈ തോട്ട് എന്റെ ഉള്ളിലുള്ള തോട്ടല്ലല്ലോ, വേറെ ആരോ തന്ന പല തോട്ടുകളും ഞാൻ എന്തിനു കൊണ്ടു നടക്കണം, എന്തിനു അസൂയ കൊണ്ടു നടക്കണം, എന്തിനു വിദ്വേഷം കൊണ്ടു നടക്കണം, ഞാൻ ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവൻ എനിക്ക് തന്നില്ല എന്നതുകൊണ്ട് എനിക്ക് സെൽഫ് റിലയൻസ് ആവാൻ സാധിച്ചു. അവനെങ്ങാനും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ എന്നും അതേപോലെ ഉണ്ടാവുള്ളൂ. വിൽ നോട്ട് ഹാവ് എനി ചേഞ്ച്. ഞാൻ ചെന്ന് കയറിയ വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു. ആ ജോലികളുണ്ട്, ഐ ബിക്കേം മാസ്റ്റർ. ഞാൻ അതിൽ മാസ്റ്ററായി മാറി. എനിക്കിപ്പോ എന്തെന്നാലും ഐ എം വെരി കൂൾ. അല്ലെ, നമ്മുടെ ട്രെയിനേഴ്സ് പ്രോഗ്രാമിൽ എല്ലാ ദിവസവും വർക്ക് ഉണ്ടായിരുന്നു. അല്ലെ, എല്ലാ ദിവസവും സ്റ്റോറി പറയാൻ, തോട്ട് പറയാൻ, പ്രസന്റേഷൻസ്, വീഡിയോ, കണ്ടിന്യൂ 1 month ട്രെയിനിങ് നൽകി. അന്ന് നിങ്ങൾക്ക് അത് ഹെക്റ്റിക് ആയി തോന്നി, ഇന്ന് മനോഹരമായി ക്ലാസ് എടുക്കാൻ പറ്റും. ബി പ്രൗഡ്. സോ ഫീലിംഗ് സ്ട്രെസ്സിനെ ലെറ്റിംഗ് ഗോ. ഇനി നിങ്ങൾ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ് ഹർഷനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സ്ട്രെസ് മാനേജ്മെന്റ് നിങ്ങൾക്ക് പറഞ്ഞു. സോ ബി കൂൾ. നാളെ മീൻസ് നാളെ ആൾറെഡി നമ്മുടെ PG ഡിപ്ലോമയുടെ കോഴ്സ് ഇൻട്രോഡക്ടറി ക്ലാസ് ആണ്. അപ്പോൾ ഇൻട്രോഡക്ടറി ക്ലാസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും. ഡേ ആഫ്റ്റർ ടുമോറോ ആണ് അടുത്ത ക്ലാസ് ഉണ്ടാവുക. നിങ്ങൾ എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് കേട്ടോ, നമ്മുടെ വർക്ക്ഷോപ്പ് ഗ്രൂപ്പിലൊക്കെ അറിയിക്കാം. മൂന്നാമത്തെ പോയിന്റ്, വാട്ട് യു ക്യാൻ ഡു, യു ഹാവ് ടു ലവ് യുവർ സെൽഫ്. നിങ്ങൾ ഇഷ്ടപ്പെടണം. നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥ ഫീലിംഗ് നമുക്ക് ഡെവലപ്പ് ചെയ്യുക. ഞാൻ അഡോളസന്റ് കുട്ടികൾ ക്ലാസ് എടുത്താൽ ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്? നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആളുകൾ ജസ്റ്റ് കൈവയ്ക്കും. നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ മൂക്കുകൾ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ സോഷ്യൽ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒരുപാട് കുട്ടികൾ, ഒരു 28% കുട്ടികൾ പറഞ്ഞു, ശരി ഞങ്ങൾക്ക് ഇഷ്ടമല്ല. സത്യം ഓപ്പൺ ആയിട്ട് പറയാം, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. വൈ? എല്ലാവരും ഞങ്ങൾ മോശക്കാരാണെന്ന് പറയും, എല്ലാവരും ഞങ്ങളെ സങ്കടപ്പെടുത്തും, എല്ലാവരും ഞങ്ങൾ, അപ്പൊ ഞങ്ങൾ ഓക്കെ അല്ല എന്ന് എനിക്ക് വി ഫീൽ ലൈക്ക്. എത്ര സങ്കടമാണെന്ന് ആലോചിക്കുക. സോ ഫസ്റ്റ് യു ലവ് യുവർ സെൽഫ്. നിങ്ങളെ ഇഷ്ടപ്പെടുത്തോളാം. ദ വേൾഡ് വിൽ ലവ്. എല്ലാ ലോകം മുഴുവനും നിങ്ങളെ ഇഷ്ടപ്പെടുത്തോളാം. ഓക്കെ. Then the fourth point, by being gentle with us and others. നിങ്ങളോട് സ്നേഹം കാണിക്കുക. ബാക്കിയുള്ള ആളുകളോട് ജെന്റിലായി ഡീൽ ചെയ്യുക. ബി പ്രാക്ടിക്കൽ മാൻ. Nobody is focusing on you. നിങ്ങളെ കുറിച്ച്, ലോകത്തില് നമ്മളെ കുറിച്ച് ചിന്തിക്കും at the right moment നമ്മൾ മാത്രമേ ഉള്ളൂ. Am I right? നിങ്ങൾ ആലോചിച്ചോക്ക്, നമ്മളെ കുറിച്ച് ഈ ലോകത്തിൽ ഇപ്പൊ ചിന്തിക്കുന്ന ആര് മാത്രമേ ഉള്ളൂ? ഓൺലി നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ കുറിച്ച് നമ്മൾ മാത്രം. ഷെഫീനെ കുറിച്ചിട്ട് ഷെഫീന, ആസിമ്, എയിംസിനെ കുറിച്ച് എയിംസ്, പിന്നെ അനൂഫിനെ കുറിച്ച് അനൂഫ, ആരിഫാനെ കുറിച്ച് ആരിഫ, മുസ്ഹബിനെ കുറിച്ച് തസ്നി, സൈന, എല്ലാവരും. തൊയ്യബാണെങ്കിൽ മുഹമ്മദ് അലി ആവട്ടെ, ഹുവർ നബി, ഫെമിന ആവട്ടെ, ആയിഷ ആവട്ടെ, റഷ്യ ആവട്ടെ, സബിത ആവട്ടെ, ഫാത്തിമ ആവട്ടെ, സുഹറ ആവട്ടെ, ആരെ കുറിച്ചും ആരും ഓർമ്മിക്കുന്നില്ല. ഷാനെ കുറിച്ച് ആരെ ഓർമ്മിക്കുന്നുള്ളൂ? ഷാനെ ഓർമ്മിക്കുന്നുള്ളൂ. റഷ്യയെ കുറിച്ച് റഷ്യ ഓർമ്മിക്കുന്നു, സുഹൈലെ ഓർമ്മിക്കുന്നുള്ളൂ. Nobody is thinking on you. They will comment on you when they get a chance. അത്രേ ഉള്ളൂ. Do you get me? Yes or no? Hello? Yes. 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 Yeah. The last point. See the last point. By taking control of your emotions, it's very, 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 very important. You have to control your emotions. It is too risky. Comment പറയാൻ വളരെ എളുപ്പവും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. By taking control in your life, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, തൊട്ടടുത്തുള്ള കൂട്ടുകാരൻ സ്റ്റാറ്റസ് ഇട്ടു അല്ലെങ്കിൽ കൂട്ടുകാരി സ്റ്റാറ്റസ് ഇട്ടു, അവരും അവരുടെ ഹസ്ബൻഡ് തമ്മിൽ കറങ്ങാൻ പോയി ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോ എനിക്ക് സങ്കടം, എനിക്ക് ഇടാൻ കഴിയുന്നില്ല.
യുവർ ഇമോഷൻസ് ഈസ് ഇൻ യുവർ ഹാൻഡ്. അവരുടെ കൈകളിലല്ല. ഓക്കെ, എന്റെ കുട്ടി പഠിക്കുന്നുണ്ട്, അവരെ കുട്ടി എല്ലാം പഠിക്കുന്നില്ല, അവരെ കുട്ടി പഠിക്കുന്നുണ്ട്, എന്താണ് അവസ്ഥ? വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു, കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പ്രയാസം? ലേണിംഗ് ഇഷ്യൂസ് ഉണ്ടോ? ലേണിംഗ് ഡിസബിലിറ്റി ടോപ്പിക് ഫാത്തിമ എടുക്കും. നിങ്ങൾ ക്ലാസ് കയറ്, എന്താ ലേണിംഗ് ഡിസബിലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ ചേട്ടാ? പ്രോബ്ലംസിനെ വി ഹാവ് ടു മാനേജ് ദി പ്രോബ്ലംസ്. നമ്മൾ വെറുതെ ബ്ലെയിം ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. വി ഹാവ് ടു മാനേജ് ദി പ്രോബ്ലംസ്. ഹൗ, വൈ എന്നുള്ളതൊക്കെ നമ്മൾ ഡീൽ ചെയ്യണം. കൺട്രോൾ ഓൺ അവർ ലൈഫ്. നമ്മുടെ ലൈഫിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റണം, മറ്റുള്ള കയ്യിൽ കൊടുക്കരുത്. ഓക്കെ, നമ്മുടെ കാഴ്ചകളിലാണ് വളരെ 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 വ്യത്യാസമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഐ നോ യു ഹാവ് ലിസൺ ദി സ്റ്റോറി ഓഫ് ആമയും മുയലും. കഥ നിങ്ങൾ കണ്ടതാണ്, കേട്ടതാണ് അല്ലെ? കേട്ടില്ലേ? ആമയും മുയലും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? യെസ് ഓർ നോ? യെസ്, ആമയും മുയലിന്റെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ആമയും മുയലിന്റെയും കഥ ഒന്നാമത്തെ റണ്ണിങ്ങിൽ ആര് ജയിച്ചു? ആമ ജയിച്ചു. ആമ ജയിച്ചു. വെരി ഗുഡ്, വെരി വെരി ഗുഡ്, നല്ല പോയിന്റ്. ആമ ജയിച്ചു. എന്താ നമുക്ക് മനസ്സിലാക്കുക? സ്ലോ ആൻഡ് സ്റ്റഡി ഇൻ എനി സിറ്റുവേഷൻ. അത് നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞാൽ we have to make our boundaries more expandable. എങ്ങനെ? ഞാൻ ഫെയിലിയർ ആയത് ബാക്കിയുള്ള ആളുകൾ കൊണ്ടല്ല. When I fail, it is not because of my brother, my sister, my teacher, my elders, my neighbors. Nobody is responsible for my failure. It is only me. I am the responsible for my failure, and the failure is the first attempt in the learning process. ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഒരു പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഫസ്റ്റ് ലേണിംഗ് പ്രോസസിംഗ് ആണ്. വിത്തൗട്ട് ഫെയിലിയർ നോബഡി വൺ. അല്ലെ? ആരും ജയിച്ചിട്ടില്ല. നിൽക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഇരുന്ന് വീഴുന്നതിന് ശേഷമാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത്. സോ ഫെയിലിയർ ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. അത് ലേൺ ചെയ്തപ്പോ രണ്ടാമത് മുയലും മാമിയും ഒരു ഓട്ട മത്സരം കൂടി നടത്തി. അന്ന് അവര് മനസ്സിലാക്കി, അന്ന് മുയല് ജയിച്ചു. കാരണം മുയല് മത്സരം ജയിക്കാൻ കാരണം മുയലിന്റെ ഫെയിലിയറിന്റെ കാരണം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. തേർഡ് പോയിന്റ്, മൂന്നാമത് അവർ ഓട്ട മത്സരം നടത്തി. അന്ന് മുയല് വീണ്ടും തോറ്റു. കാരണം വഴിയിൽ ഒരു നദി ഉണ്ടായിരുന്നു. അന്ന് ആ മത്സരത്തിൽ മുയല് മനസ്സിലാക്കി, സി, എനിക്ക് അറിയാമെന്നുള്ള ഭാവം, എന്റെ ബൗണ്ടറി ഞാൻ ആൾറെഡി സെറ്റ് ചെയ്തിരുന്നു, എനിക്കെല്ലാം അറിയാമെന്നൊരു ചിന്ത, ഇറ്റ്സ് എ ഫോൾട്ട്. ഞാൻ ഒരു വഴിക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഐ ഹാവ് ടു ഡിസൈൻ ഇൻ വിച്ച് ഏരിയ ഐ എം ഗോയിങ്, in which way I have to go, in which design I want to go, in which methodology I have to go. എന്നുള്ള എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ I can move more and more powerfully. You get me? മൂന്നാമത്തെ വരിയിൽ മുയൽ മനസ്സിലാക്കി എന്റെ തോൽവിക്ക് ഇതാണ് കാരണം. In the fourth area, നാലാമത്തതില് രണ്ടുപേരും ഒരേ സമയം പുറപ്പെടുകയും ആ നദി എത്തിയ സമയത്ത് മുയലും ആമയും ഒരുമിച്ച് മുന്നോട്ട് പോയി. കാരണം മുയൽ ആമയുടെ സഹായത്താൽ മുയൽ അക്കരെ കടന്നു. അന്ന് അവർ തീരുമാനിച്ചു, പോരാട്ടങ്ങളില്ല, പ്രശ്നം ഉണ്ടാക്കലില്ല, ജയിക്കാനുള്ള വാശി പിടുത്തമില്ല. ഞാൻ ജയിക്കാൻ വേണ്ടി വാശി പിടിച്ച് എന്റെ ഭർത്താവിനോട് ചൂടാകുമ്പോ, ഭാര്യയോട് ചൂടാകുമ്പോ, മക്കളോട് ചൂടാകുമ്പോ, ആളുകളോട് ചൂടാകുമ്പോ, നാട്ടിൽ അച്ഛനുണ്ടാക്കുന്ന സമയത്ത് ശരിക്കും ഞാൻ തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത്, ഞാൻ ദേഷ്യക്കാരനാണെന്ന ബൗണ്ടറി ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ പരാജയമാണ്. സോ വാട്ട് I can do, I can control my emotions. Just take a break. ഒരു സ്ട്രെസ് ഓവറായി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു 4 ബ്രീത്ത് എടുക്കുക. It will be relaxed. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ആക്ട് ചെയ്യും. Your emotions is only your emotions. നാലാമത്തെ മത്സരത്തിൽ രണ്ടുപേരും ജയിക്കാൻ കാരണം അവർ പരസ്പരം കോമ്പീറ്റ് ചെയ്യില്ല. അവർ തീരുമാനിച്ചു, നമുക്ക് ഒരുമിച്ച് ജയിക്കാം. ഇപ്പൊ എല്ലാ ബിസിനസ്സും അങ്ങനെയാണ്, കോമ്പറ്റീഷൻസ് ഇല്ല, മറിച്ച് കൊളാബറേഷൻസേ ഉള്ളൂ. ലൈഫിൽ നിങ്ങളുടെ ബൗണ്ടറി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നത്തിങ് വിൽ ബി ഹാപ്പൻ. ഡോണ്ട് ഡെയർ. അല്ലെ? പേടിക്കേണ്ട. യു ഡു വൺ തിങ് വിത്ത് എ കൊളാബറേഷൻ. നിങ്ങളുടെ മനസ്സിനെ എക്സ്പാൻഡ് ചെയ്ത് അടിപൊളിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ടുഡേസ് സെഷൻ. ഐ എം കൺക്ലൂഡിംഗ്. നോക്കൂ, നമ്മുടെ ലൈഫ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൽ 10 days പ്രോഗ്രാമിൽ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ യൂണിവേഴ്സൽ അക്കാദമി ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ വളരെ വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ വരും. അതിന് മറ്റൊരു സന്തോഷം കൂടി അറിയിക്കട്ടെ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു സന്തോഷം, നാളെയാണ് നമ്മുടെ PG ഡിപ്ലോമയുടെയും ലേൺ ഡിസബിലിറ്റിയുടെ ക്ലാസ്സുകൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. ആ ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഇതും അതൊക്കെ എല്ലാം ഒരേ സമയം മുന്നോട്ട് പോകും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്
ഓക്കെ, നിങ്ങളെ ഗ്രൂപ്പിലുള്ള അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ യു ക്യാൻ ജോയിൻ. രണ്ടാമത്തെ കാര്യം പറഞ്ഞ കാര്യം കൺക്ലൂഡ് ചെയ്യാണ്. ഒന്ന്, ബൗണ്ടറീസ് ഈസ് ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്, നമ്മുടെ സൈക്കോളജിക്കൽ ബൗണ്ടറി ഉണ്ട്, ടൈം ബൗണ്ടറി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബൗണ്ടറികൾ നമ്മൾ പരിചയപ്പെട്ടു. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കി ഈ ബൗണ്ടറി നമ്മൾ ട്രെയിൻ ചെയ്യണം. ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറഞ്ഞ ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ യു ക്യാൻ സീ വാട്ട് വി ആൾറെഡി ഡിസ്കസ്ഡ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് ബൗണ്ടറീസ് ആണ്. ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഫിസിക്കൽ ഉണ്ട്, ഇമോഷണൽ ഉണ്ട്, ഇന്റലക്ച്വൽ ഉണ്ട്, ടൈം ബൗണ്ടറി. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഫിസിക്കൽ ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യണം, നമ്മളെ മക്കൾ അത് പഠിപ്പിക്കണം. ഇമോഷണൽ ബൗണ്ടറിക്ക് പോകുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എല്ലാം കിടക്കുന്നത്, നമ്മുടെ ഇമോഷൻസ് ആണ് നമുക്ക് ഫീലിംഗ്സ് ആയിട്ട് മാറുക. നമ്മുടെ ഇമോഷൻ മാറുമ്പോൾ നമ്മുടെ ഫീലിംഗ്സ് മാറും. ഫീലിംഗ്സ് ആകുമ്പോൾ സൈക്കോസൊമാറ്റിക് ഇൽനെസ് വരെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരും. സോ കൺട്രോൾ യുവർ ഇമോഷൻസ്. ഇന്റലക്ച്വൽ ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ റിസീവ് ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള, പോസിറ്റീവ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾ കാണിക്കണം. Then the fourth one, ടൈം ബൗണ്ടറി എന്നാണ്. ടൈം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും, കാലങ്ങൾ പറന്നുകൊണ്ടിരിക്കും, ലോകം മാറിക്കൊണ്ടിരിക്കും, ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും, കാലം എല്ലാത്തിനെയും തിരിച്ചു വിളിക്കും. മുമ്പ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഇതിലേക്ക് കയറി ചെന്ന സമയത്ത് അവിടെ അതിമനോഹരമായ സുന്ദരിയായ യുവതിയുടെ പോസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വളരെ വൃദ്ധയായ ഒരു യുവതിയുടെ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ അദ്ദേഹം ചോദിച്ചു, ഇതെന്താണെന്ന് അറിയുമോ, ഇതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയുമോ? മറുപടി പറഞ്ഞത്, നോക്കൂ, 1988 കാലഘട്ടങ്ങളിൽ ലോകസുന്ദരിയായ ആ ഒരു യുവതിയുടെ ഫോട്ടോമാണ് ഇങ്ങിപ്പുറത്ത് വളരെ വയസ്സായ ഒരു യുവതിയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ അത് സൗന്ദര്യവും കാലവും ലോകവും എല്ലാം മാറിക്കൊണ്ടിരിക്കും, എല്ലാം തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലൈഫും നമ്മുടെ ടേണിംഗ് പോയിന്റ്സും നമ്മൾ എത്രത്തോളം ഗുഡ്വില്ലായി എന്ന് മാത്രമേ ബാക്കി ഉണ്ടായിരിക്കുള്ളൂ. സോ മേക്ക് എ സിഗ്നേച്ചർ ഇൻ യുവർ ലൈഫ്, മേക്ക് എ സിഗ്നേച്ചർ ഇൻ യുവർ ലൈഫ്. അല്ലെങ്കിൽ ബാക്കിയുള്ള ആരുടെയും ഹൃദയങ്ങൾ ഒരു സിഗ്നേച്ചറായി മാറാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സാധിക്കട്ടെ. Then you have to expand your boundary, you have to jump into new future, you have to make some ideas, you have to make some ambitions, you have to make some goals, and you have to act for that goal. So for your support, Universal Academy will be here. Okay, once again I would like to conclude my session. Thank you so much. നിങ്ങൾ ഒന്ന് രണ്ട് ആളുകൾ ഒരു ഫീഡ്ബാക്ക്, ഹൗ ഡിഡ് യു ഫീൽ, ഈ സെഷൻ എങ്ങനെ തോന്നിയെന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ദർശന അല്ലെ, ഈ ബാക്കിയുള്ള ആളുകൾ ഒന്ന് കമന്റ് പറയും പ്ലീസ്. ഒന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. ഹാരിസ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഷെഫീന, അനൂഫ എല്ലാവരും ലൈക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. എനിബഡി ക്യാൻ യു കമന്റ്? ആർക്കും പറയാട്ടോ. ഒരു ബൂസ്റ്റ് മൈ എനർജി എന്ന് ആയിഷ ഹസ്ന കമന്റ് ചെയ്തു. സെറീന ഗുഡ് വൺ, സെറീന ഖാദർ. റോസ്ലിൻ, can you comment? How did you feel the session? സാറേ, എനിക്ക് ക്ലാസ് മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലേ. Okay, fine. നമ്മള് ഹോസ്റ്റലിൽ ഇപ്പം വിളിച്ചപ്പോ അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. നൗഫൽ കേട്ടിരുന്നോ ക്ലാസ്? കംപ്ലീറ്റ് ആയി. അപ്പൊ എല്ലാരും ജോലിയിലാണ്. ഹാരിസ് കൈ നോക്കിയിട്ടുണ്ടോ? ഹാരിസ്, can you comment? സാറേ, ക്ലാസ് മുഴുവൻ കേട്ടില്ല, ലാസ്റ്റ് കുറച്ച് സെഷനൊക്കെ കേട്ടുള്ളൂ. Okay, fine. അടിപൊളി ക്ലാസ് ആണ്. ആളുകൾക്ക് മൊത്തത്തിൽ നമുക്കൊരു ചേഞ്ചസ്, മൈൻഡ് സെറ്റ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ ഉപകരിക്കും. Thank you. സാർ, ആദ്യ ഭാഗം കേട്ടിരുന്നു, വളരെ നല്ലതായിരുന്നു. ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടോ സാറേ? We'll try. ഞാൻ പറയട്ടെ സാറേ? സഫീന പറഞ്ഞു. ആദ്യമായിട്ട് എല്ലാവരോടും നന്ദി പറയാണ്. നമ്മള് ഇങ്ങനെ 10 days വർക്ക്ഷോപ്പിൽ വന്ന് ഇത്ര ആളുകൾ വന്നു, പങ്കെടുത്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആരെങ്കിലും ലെഫ്റ്റ് ആയിട്ട് പോകണ്ടോന്ന്. ആരും ഇല്ല കേട്ടോ. സാറിന്റെ ക്ലാസ് അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് എല്ലാവരും കേൾക്കുന്നത്. സാറിന്റെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ വളരെ അഭിമാനവും സന്തോഷത്തോടെ പറയാണ്, ഇവിടെ കോഴ്സ് ചെയ്ത ഒരാൾക്കും ഇത് എന്താ പറയാ വേർത്ത് അല്ലാതാവില്ല. അത് മാത്രമല്ല, നമുക്ക് പേഴ്സണലി ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവും, കുറെ ഉൾക്കാഴ്ചകൾ ഉണ്ടാവും. പിന്നെ എന്താ പറയാ, നമുക്ക് എപ്പോഴും ബൗണ്ടറീസിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ എവിടെയാണ് നമ്മുടെ ബൗണ്ടറി എന്നുള്ളത്. പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യവും അത് തന്നെയാണ്. നമ്മള് ഓർത്ത് വേദനിക്കുന്നതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റും അതൊക്കെ തന്നെയാണ്. അപ്പൊ ഈ സബ്ജക്ട് എടുത്തത് ഏറ്റവും നല്ലത് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ സാറ് എപ്പോഴും ഇനിയും ഒരുപാട് ഉയരത്തിലെത്തണം. ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമാണ് സാറിന്റെ അണ്ടറിൽ ഇങ്ങനെ വരാൻ പറ്റുന്നതൊക്കെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.
ഇനി ആർക്കെങ്കിലും ഒരു കമന്റ് പറയണം എന്ന് തോന്നുന്ന ആളുകളുണ്ടോ? അങ്ങനെ നമ്മൾ ലാസ്റ്റ് വയ്ക്കാം. ഫെമിന, വാട്ട് യു ഫെൽറ്റ്? ഹായ്, ഗുഡ് ഈവനിങ്. പിന്നെ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ കേൾക്കാൻ പറ്റില്ല. ലാസ്റ്റിൽ കുറച്ച് ഭാഗമേ കേൾക്കാൻ പറ്റുള്ളൂ, ഡ്രൈവ് ചെയ്ത് പുറത്തായത് കാരണം. Okay. പക്ഷെ കേട്ടെടുത്തോളം എനിക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവായി, വളരെ നല്ലൊരു വളരെ ക്ഷീണിച്ചായിരുന്നു വന്നിരുന്നത്. പക്ഷെ കുറച്ച് വാക്കുകളൊക്കെ കേട്ടോടുകൂടി ബൂസ്റ്റ് ആയി പോയി, ക്ഷീണമൊക്കെ പോയി. അത്രയും. പിന്നെ ഷെഫീന പറഞ്ഞ പോലെ ഞങ്ങളെ സാറ് എപ്പോഴും ഞങ്ങൾക്കൊരു പ്രൗഡ് തന്നെയാണ്. സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആവാനും ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് തന്നെ സാറിന്റെ സ്റ്റുഡന്റ് ആയതിനു ശേഷം കിട്ടിയൊരു കഴിവാണ്. അപ്പൊ അതുപോലെ മാക്സിമം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാറ് പറഞ്ഞ പോലെ എപ്പോഴും പഠിത്തം കണ്ടിന്യൂ ചെയ്യാനും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാനും സാറിന്റെ പാർട്ടാവാനും നോക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഇന്നെ പോലെ തന്നെ ഞാനൊരു ക്യാമറന്റെ മുന്നിൽ വന്ന് ഇരിക്കുക പോലും ചെയ്യാത്ത ഒരാളാണ്. ഇന്നിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ എന്നെ കുറിച്ച് ഒരുപാട് പ്രൗഡ് ആവുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ കുറിച്ച് നല്ല പ്രൗഡായിട്ട് ചിന്തിക്കാനും, സാറ് പറഞ്ഞ പോലെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഒരു സിഗ്നേച്ചർ, നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ കൊണ്ട് കഴിയും. അപ്പം എല്ലാവരും ഇതുപോലെ ഉഷാറായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം. സാറും ഒരുപാട് ഉയരങ്ങളിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വൺസ് അഗൈൻ ഒരു സാറിന്റെ സ്റ്റുഡന്റ് ആവാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദി. താങ്ക്സ്, പ്രൗഡ്. ഓക്കെ, താങ്ക് യു. യൂസുഫ് അലി, എനിക്ക് ആളറിയില്ല, അതാണ് ഞാൻ യൂസുഫ് അലി എന്ന് വിളിക്കുന്നത് കേട്ടോ. അതേപോലെ എമിസ് ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ളൊരു ക്ലാസ് സംഭവം കാണുന്നുണ്ട്, ലോഗോ. എനിക്ക് ആളറിയില്ല, വിളിക്കാൻ. ഓക്കെ, ഡോക്ടർ മുബീന, ആർ യു ഓൺലൈനിൽ ഉണ്ടോ? ഓക്കെ, നമ്മൾ ഇനി ആരും ഇല്ലല്ലോ അല്ലേ? ഏതായാലും വളരെയധികം സന്തോഷം. സോ ഐ എം കൺക്ലൂഡിംഗ് ദി സെഷൻ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്.